സതീശനെ കണ്ടവരുണ്ടോ? സതീശനെ കാണാനില്ല. 2 ദിവസം മുമ്പ് ഞെട്ടിക്കുന്ന പ്രസ്താവനയുമായി, ഞെട്ടിക്കുന്ന സംഭവങ്ങളുമായി താൻ വരും എന്ന് പറഞ്ഞു പോയ സതീശനെ ഇതുവരെ കണ്ടിട്ടില്ല. എവിടെ പോയി എന്നൊരു പിടിയുമില്ല. കേരളത്തിലെ ജനങ്ങൾ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. സതീശനെ കാണാനില്ല എന്നും പറഞ്ഞ്. പ്രേക്ഷകരെല്ലാം ഓർമ്മയുണ്ടാവും, 2 ദിവസം മുമ്പ് മാധ്യമങ്ങളുടെ മുന്നിൽ വന്നു നിന്ന് അദ്ദേഹം വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിരുന്നു. ഇങ്ങനെ ആക്ഷനൊക്കെ കാണിച്ച് വികാര നിർഭരനായി അദ്ദേഹം പറഞ്ഞു, റെഡിയായിരുന്നു CPM, BJP വെച്ചിട്ടുണ്ടോ? ഇതൊക്കെ കണ്ട് സത്യം പറഞ്ഞാൽ പലരും ചിരിച്ചിരിച്ച് മണ്ണ് കപ്പി. ഇപ്പം ട്രോളൊക്കെ ഇറങ്ങുന്ന എല്ലാവരും കണ്ടില്ലേ? മറ്റേ ഒരു കുഞ്ഞിൻ്റെ വെച്ചിട്ടുണ്ട് എന്ന തരത്തിൽ ഒക്കെ പറഞ്ഞിട്ട് ആളിയൻ എയിലേ പോയെന്ന് കണ്ടില്ല. സതീശൻ ബോംബ് കരുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് പോയതിന് പിന്നാലെ മറ്റൊരു ബോംബുമായി മുഖ്യമന്ത്രി രംഗത്തെത്തി. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിന് തൊട്ടു പിന്നാലെ ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്യുവാനുള്ള നടപടികൾ, അല്ലെങ്കിൽ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു എന്നൊരു പ്രഖ്യാപനം വന്നു. അന്നേരം ആദ്യത്തെ സതീശന്റെ പ്രഖ്യാപനത്തിന്റെ ആദ്യത്തെ ഇമ്പാക്ട് എന്ന് പറയുന്നത്, അതുവരെ ഉറങ്ങിക്കിടന്ന ആ വിഷയം പോലീസ്, ക്രൈംബ്രാഞ്ച് അത് ഏറ്റെടുത്തു, അന്വേഷണം ആരംഭിച്ചു എന്നൊരു കാര്യമാണ് നമ്മൾ കേൾക്കുന്നത്. പിന്നീട് അതിനുശേഷം BJP-ക്കാർ ശ്രദ്ധിച്ചിരുന്നു, ആ വിത്തുകാളയെ നിങ്ങൾ മാരാർജി ഭവന്റെ മുന്നിൽ തന്നെ കെട്ടിയേക്കണം, ഉടനെ ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ആരെയാണോ ലക്ഷ്യം വെച്ചത്, ആ കൃഷ്ണകുമാർ തന്നെ വന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞു, രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഔദ്യോഗികമായ ഒരു പരിപാടിക്ക് പോലും ഞങ്ങൾ പാലക്കാട് കാല് കുത്തിക്കത്തില്ല എന്ന്. ഇതിലേക്കൊക്കെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം VD സതീശൻ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് നിന്ന് പറഞ്ഞ ആ മാസ് ഡയലോഗ് ഉണ്ടല്ലോ, മാസ് ഡയലോഗാണ് അടിക്കാൻ ശ്രമിച്ചതെങ്കിലും കരച്ചിലോ വിതുമ്പലോ ഒക്കെ വന്ന് മുഴുവിപ്പിക്കാൻ പറ്റിയില്ല. നമുക്ക് അതൊന്ന് കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. CPM-കാർ ഞാൻ എൻ്റെ ജസ്റ്റിസ് കണ്ടിട്ട് ഞാൻ ഭീഷണിപ്പെടുത്തുവാണെന്ന് നിങ്ങൾ വിചാരിക്കാം. അധികം കളിക്കരുത് ഈ കാര്യത്തിൽ. ഞെട്ടിപ്പോവും. അല്ല, വേണമെങ്കിൽ അങ്ങനെ എടുത്തോ. കേരളം ഞെട്ടിപ്പോവും. അതില്ല, വരുന്നുണ്ട്. ഇതുമായിട്ട് അല്ല, നോക്കൂ, വലിയ താമസമൊന്നും വേണ്ട. ഞാൻ പറഞ്ഞതൊന്നും വൈകാറില്ലല്ലോ. VD സതീശന്റെ ഈ ഞെട്ടിക്കലിന് ശേഷം അടുത്ത ദിവസം തന്നെ കൃഷ്ണകുമാർ വന്നൊരു പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചു, പാലക്കാട് MLA ഔദ്യോഗിക പരിപാടിക്ക് ഇവിടെ കാലുകുത്തിയാൽ ഞങ്ങളത് കൈകാര്യം ചെയ്യും, ശക്തമായി എതിർക്കും എന്ന് പറഞ്ഞു. അന്നേരം VD സതീശനോടുള്ള ചോദ്യമാണ്, സതീശ, നിങ്ങളുടെ ബോംബോ ചീറ്റിപ്പോയി, രാഹുൽ മാങ്കൂട്ടം എന്ന പാലക്കാട് MLA-ക്ക് സംരക്ഷണം ഒരുക്കുവാനുള്ള ത്രാണി, പ്രാപ്തി, ആർജവം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ ആരെയാണോ വലിയ ആരോപണങ്ങൾ ഉയർത്തി നശിപ്പിക്കുവാൻ നോക്കിയത്, അതേ വ്യക്തി തന്നെ നെഞ്ചും വിരിച്ചു വന്ന് നിന്ന് ഇതുപോലെ കൃഷ്ണകുമാർ ഇതുപോലെ ആർജവത്തോടെ പറയുന്നത് ഇതുവരെ കേട്ടിട്ടില്ല. അദ്ദേഹം വളരെ മിതഭാഷിയായ, വളരെ സാത്വികനായ ഒരു നേതാവാണെന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ ഇത്രയും ആർജവത്തോടെ, ഇത്രയും ഒരു വികറോടുകൂടി അദ്ദേഹം വന്ന് പറയുന്നത് ഇതുവരെ കണ്ടിട്ടില്ല. അദ്ദേഹം അത്രയും നെഞ്ചും വിരിച്ചതെന്ന് പറഞ്ഞു, പാലക്കാട് MLA പാലക്കാട് ഔദ്യോഗിക പരിപാടികൾക്ക് കാലുകുത്തിയാൽ, അത് ആർട്സ് ക്ലബ്ബുകളുടെ പരിപാടിക്കായിക്കോട്ടെ, മറ്റ് ചെറിയ പരിപാടികളായിക്കോട്ടെ, സംഘാടകർ ശ്രദ്ധിക്കുക, നിങ്ങൾ ഔദ്യോഗിക പരിപാടികൾക്ക് സ്ഥലം MLA-യെ ക്ഷണിച്ചാൽ ഞങ്ങൾ നിലം തുടിക്കത്തില്ല. ഈ വെല്ലുവിളിച്ച സതീശ നിങ്ങൾ ഏറ്റെടുക്കുവാൻ തയ്യാറാണോ? ഇപ്പോഴും പക്ഷേ BJP-ക്കാരും CPM-ഉം നടത്തിയ വെല്ലുവിളിയെക്കാളും വലിയ വെല്ലുവിളിയാണ് സതീശൻ നടത്തിയിരിക്കുന്നത്. നീ ഒരു കാരണവശാൽ പോലും വീടിന് പുറത്തിറങ്ങരുത്, നിയമസഭയിൽ വരരുത്, ആരോടും സംസാരിക്കരുത്, മാധ്യമങ്ങളെ കാണരുത് എന്ന് വീട്ടറസ്റ്റിലാക്കിയിട്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ. അത്തരം CPM-ഓ BJP-യോ ഒന്നുമല്ല ഇവിടുത്തെ ശത്രുക്കൾ. VD സതീശനാണ് രാഹുൽ മാങ്കൂട്ടത്തെ പേടിക്കുന്നത്. നമുക്ക് കൃഷ്ണകുമാർ നടത്തിയ ആ വെല്ലുവിളി ഒന്ന് കണ്ട ശേഷം
തിരികെ വരാം. ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം പറഞ്ഞിട്ടുണ്ട്, ജില്ലാ നേതൃത്വം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഈ കാര്യത്തിൽ ശക്തമായിട്ടുള്ള സമരവുമായിട്ട് മുന്നോട്ട് പോകും. അല്ല, ഞങ്ങൾ വ്യക്തിപരമായിട്ട് ഒരാൾ ഒരു കല്യാണ വീട്ടിൽ പോകണമെന്നോ, അല്ലെങ്കിൽ അത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മര്യാദയില്ല. ഒരു കല്യാണ വീട്ടിൽ പോകുന്നോ അല്ലെങ്കിൽ അദ്ദേഹം ഒരു മരണ വീട്ടിൽ പോകുന്നോ ഒന്നും ഒരു വ്യക്തിപരമായിട്ടുള്ള പരിപാടികളിൽ പോകുന്നതിനെ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടി തടയണം എന്നുള്ള അഭിപ്രായക്കാരനല്ല ഞാൻ. മറിച്ച് ഔദ്യോഗിക പരിപാടികളിൽ MLA എന്നുള്ള ഔദ്യോഗിക സ്ഥാനം വെച്ചുള്ള പരിപാടികളിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്നുള്ളത് ഞങ്ങളുടെ ഉറച്ച തീരുമാനമാണ്. അത് ഏത് വിധേനയും ഞങ്ങൾ നേരിടും. MLA എന്നുള്ള പരിപാടിയില്ല. MLA എന്നുള്ള ഔദ്യോഗിക വ്യക്തിപരമല്ലോ. MLA എന്നുള്ള ഔദ്യോഗിക സ്ഥാനം ഉപയോഗിച്ചുകൊണ്ടുള്ള ഏത് പരിപാടിയിൽ പങ്കെടുക്കുകയാണെങ്കിലും അത് ക്ലബിൻ്റെ ആയാലും ശരി, റെസിഡൻസ് അസോസിയേഷൻ്റെ പരിപാടികളായാലും ശരി, ഞങ്ങൾ അതിനെ തടയും. ഉദ്ഘാടകൻ MLA ആയി പങ്കെടുത്താൽ തടയും. അല്ല, ക്ലബ്ബുകാരാണ് തീരുമാനിക്കേണ്ടത്. വിളിക്കുന്ന ആളുകൾ തീരുമാനിക്കണം. വിളിക്കുന്ന ആളുകൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ജില്ലാധ്യക്ഷൻ സൂചിപ്പിച്ചിട്ടുണ്ട്, സംസ്ഥാന നേതൃത്വവും സൂചിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ MLA എന്നുള്ള ഔദ്യോഗിക നിലയിൽ പങ്കെടുക്കുന്ന പരിപാടികൾ, വ്യക്തിപരമായിട്ട് ഒരു കല്യാണ വീട്ടിൽ പോവുക അല്ലെങ്കിൽ ഒരു മരണ വീട്ടിൽ പോകുന്നതിനൊന്നും ഞങ്ങൾ എതിർക്കില്ല. അത് ഒരു വ്യക്തിപരമായിട്ടുള്ള അയാളുടെ കാര്യമാണ്. പക്ഷേ ഔദ്യോഗിക സ്ഥാനം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിപാടികളിലും സംബന്ധിക്കാൻ ഞങ്ങൾ അനുവദിക്കും. വിളിക്കുന്ന സംഘാടകർ ഈ കാര്യങ്ങളെല്ലാം കണക്കിലെടുക്കണം. അതെ, അവരാണ് തീരുമാനിക്കേണ്ടത്. സംഘാടകരാണ് തീരുമാനിക്കേണ്ടത്. ഇത്രയേറെ വിവാദങ്ങളുള്ള സമയത്ത് ഇത്തരത്തിലുള്ള ആളുകളെ വിളിക്കണമെന്നുള്ളത് സംഘാടകരാണ് തീരുമാനിക്കും. കണ്ടല്ലോ, നിങ്ങൾ ഈ വെല്ലുവിളി ഏറ്റെടുക്കുവാൻ തയ്യാറാണോ? ഇവർ വെല്ലുവിളിച്ചിരിക്കുകയാണ് പാലക്കാട് MLAക്ക് അവിടെ കാലുകുത്തുവാൻ ധൈര്യമുണ്ടോ എന്ന്. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നട്ടലുണ്ടെങ്കിൽ പാലക്കാട് നിങ്ങളുടെ MLA ഇറക്കി അദ്ദേഹത്തിന് വേണ്ടുന്ന സംരക്ഷണം കൊടുത്ത് കാണിക്കണം. അളിയൻ ഈ പ്രസ്താവനയും ഈ പ്രഖ്യാപനങ്ങളും എല്ലാം നടത്തി എതിലേ പോയി എന്ന് കണ്ടില്ല. ഇതിനിടയ്ക്ക് ഈ പ്രഖ്യാപനമൊക്കെ നടത്തി കഴിഞ്ഞ് ഷാഫി പറമ്പിൽ MLA വടകരയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കണ്ടു, DYFIക്കാർ തടഞ്ഞു, ആക്രമിക്കുവാൻ ശ്രമിച്ചു. അന്നേരവും ഈ പ്രതിപക്ഷ നേതാവ് KPCC അധ്യക്ഷന്റെ റോളും പ്രതിപക്ഷ നേതാവിന്റെ റോളും സകല റോളും ഒരുമിച്ച് വഹിക്കുന്ന, സകലതിനും കയറി അഭിപ്രായം പറയുന്ന, വൺമാൻ ഷോ നടത്തുന്ന VD സതീശൻ ഒരു അക്ഷരം മിണ്ടിയില്ല. എവിടെ പോയി എന്ന് കണ്ടില്ല. പാർട്ടിയുടെ യുവനേതാവിനെ പെരുവഴിയിൽ തടഞ്ഞു നിർത്തി ആക്രമിക്കുവാൻ, വധിക്കുവാൻ ശ്രമിച്ചപ്പോൾ എവിടെ പോയി സതീശന്റെ ഒരു പ്രഖ്യാപനം പോലും നമുക്ക് കാണുവാൻ സാധിച്ചില്ല. പ്രഖ്യാപനം നടത്തി 8ന്റെ പണി മേടിക്കുകയായിരുന്നു സതീശനെ. പിന്നെ നമ്മൾ കാണുന്നത് ഇന്ന് കോട്ടുമൊക്കെ ഇട്ട് ഫേഷ്യലും ഒക്കെ ചെയ്ത് നിന്ന് ഡൽഹിയിൽ പോയി നിൽക്കുന്നു. കുറെ ഉപജാപക വൃന്ദത്തിന്റെ ഒക്കെ നടുക്ക് നിന്ന് ഇദ്ദേഹം പറയുകയാണ് വലിയൊരു കണ്ടുപിടുത്തമാണ് അദ്ദേഹം ഡൽഹിയിൽ പോയി നിന്ന് എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന് ഇന്നാണ് ആ കാര്യം മനസ്സിലായത്. ഈ കാണുന്നതെല്ലാം ഇടതുപക്ഷത്തിന്റെ അറ്റൻഷൻ ഡൈവേർഷൻ ടാക്ടിക്സ് ആണ്. ഇവിടെ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു, ഇവിടെ വമ്പൻ പ്രശ്നങ്ങൾ നടക്കുന്നു, അതിൽ നിന്നെല്ലാം ജനശ്രദ്ധ തിരിക്കുവാനുള്ള ഇടതുപക്ഷത്തിന്റെ ഒരു തന്ത്രമായിരുന്നു ഇതെന്ന്. VD സതീശ, തനിക്ക് ഇപ്പോഴാണോ ഇത് മനസ്സിലായത്? അവരിട്ട ഇരയിൽ കൊത്തി ഇടതുപക്ഷത്തിന് മൂന്നാമതും ഒരു അവസരം ഒരുക്കി കൊടുക്കുവാനുള്ള, ഞങ്ങൾ മുൻപ് പറഞ്ഞ പോലുള്ള ജട്ടി വിപ്ലവത്തിന് ആസൂത്രണം നടത്തി അതിന് നേതൃത്വം കൊടുക്കുന്ന താങ്കൾക്ക് ഇപ്പോഴാണോ ഈ കാര്യം മനസ്സിലായത്? ഇടതുപക്ഷം ഇത് മുതലാക്കുകയായിരുന്നു, നാട്ടുകാരുടെ ശ്രദ്ധ ഈ ഒരു ചെറിയ വിഷയത്തിലേക്ക് കേന്ദ്രീകരിക്കുകയായിരുന്നു. അതിന് നീ ചട്ടുകമായി പോലെ സതീശ. ഇതാരുടെ കഴിവുകേടാണ്? പ്രതിപക്ഷമില്ലാത്ത, വരിയുടച്ച വണ്ടിക്കാളകളെ പോലെയുള്ള ഒരു പ്രതിപക്ഷമുള്ള കേരളം, ഇതുപോലൊരു നാണംകെട്ട ശേഷിയില്ലാത്ത മച്ചിപ്പശുക്കളെ പോലെയുള്ള ഒരു പ്രതിപക്ഷം. ഈ പ്രതിപക്ഷത്തിന്റെ കഴിവില്ലായ്മയല്ലേ ഇവർ തലയുയർത്തി നിൽക്കുന്നതിന് കാരണം? എന്തെങ്കിലും ഒരു പ്രതിഷേധം, എന്തെങ്കിലും ഒരു പ്രതിപക്ഷത്തിന്റെ സ്വരം ഇവിടെ നിങ്ങൾ ഉണ്ടാക്കിയോ? ഇടതുപക്ഷത്തിന്റെ അവർ നൽകുന്ന ഉച്ഛിഷ്ടം ഭക്ഷിച്ച് മിണ്ടാതിരിക്കുന്ന, അവർക്ക് റെഡ് കാർപ്പറ്റ് വിരിച്ചു കൊടുക്കുന്ന സതീശൻ ഡൽഹിയിൽ പോയി നിന്ന് പറയുകയാണ് ഇതെല്ലാം അവരുടെ തന്ത്രമാണെന്ന്. അത് അവരുടെ മിടുക്കും നിങ്ങളുടെ കഴിവില്ലായ്മയും.
നിങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ലേ, നിങ്ങൾക്ക് പ്രാപ്തിയില്ലാത്തത് കൊണ്ടല്ലേ, പ്രതിപക്ഷത്തിന് നട്ടലില്ലാഞ്ഞിട്ടല്ലേ അവർ ഈ കാര്യത്തിൽ വിജയിച്ചത്? നിങ്ങളുടെ കൂടെ തന്നെയുള്ള ഏറ്റവും മിടുക്കനായ കേരളത്തിന്റെ ഭാവി വാഗ്ദാനമായ ആ യുവ MLA പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നവരെ സസ്പെൻഡ് ചെയ്ത് കൊല്ലാൻ എറിഞ്ഞു കൊടുത്തിട്ട് ഈ നാണം കെട്ടവൻ ഡൽഹിയിൽ പോയി നിന്ന് പറയുന്നു ഇത് ഇടതുപക്ഷത്തിന്റെ ശ്രദ്ധ തിരിക്കൽ നാടകമാണെന്ന്. അത് അവരുടെ മിടുക്കാണ് സതീശ. മൂന്നാമതും അവർക്ക് അവസരം ഒരുങ്ങുന്നുണ്ടെങ്കിൽ അതിവിടുത്തെ പ്രതിപക്ഷത്തിന്റെ കഴിവില്ലായ്മ കൊണ്ടാണ്. ആ VD സതീശൻ കോട്ടുമൊക്കെ ഇട്ട് നിന്ന് ഡൽഹിയിൽ പോയി നിന്ന് നടത്തിയ ആ സംസാരം നിങ്ങളൊന്ന് കേൾക്കുക. കേരളമേ ലജ്ജിക്കുക. ഇതുപോലൊരു വരി ഉടച്ച വണ്ടിക്കാലെ പ്രതിപക്ഷ നേതാവായി കിട്ടിയതിൽ കേരളമേ ലജ്ജിക്കുക. ആ ദൃശ്യങ്ങളിലേക്ക്. ആര് പറഞ്ഞു ബോംബ് വരുന്നു? ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ആദ്യം ഞാൻ പറഞ്ഞത് എൻ്റെ വീട്ടിലേക്ക് ഒരു കാളയുമായി പ്രകടനം നടത്തിയപ്പോൾ ആ കാളയെ BJP തിരിച്ചുവിടരുത്, BJPയുടെ ഓഫീസിൽ തന്നെ കെട്ടിയേക്കണം. രാജീവ് ചന്ദ്രശേഖരൻ്റെ വീട്ടിലേക്ക് ആ കാളയോടൊരു പ്രകടനം നടത്തേണ്ടി വരുമെന്ന്. ഇപ്പോൾ ആ സാഹചര്യം ഉണ്ടായല്ലോ. ഒന്ന് പിന്നെ CPM സൂക്ഷിച്ചോ എന്ന് പറഞ്ഞു. ഇത്രേ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനൊരു സമയം പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. വരുമ്പോൾ കാണാം. അല്ല, അതൊക്കെ ഒരു പ്രാവശ്യം പറഞ്ഞാൽ ക്ലിയർ ആണ്. ഇതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ. അപ്പൊ എന്നോട് ചോദിച്ചൊരു ചോദ്യം, തെരഞ്ഞെടുപ്പ് സമയമാവാം. ഞാൻ പറഞ്ഞു തെരഞ്ഞെടുപ്പിന് എനിക്ക് ഒരുപാട് സമയമുണ്ടെന്ന്. അല്ല, ഒരിക്കലും അത് ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന CPM മനഃപൂർവ്വമായിട്ട് ഈ വിഷയത്തിൽ ചർച്ച ഒതുക്കി നിർത്തുകയാണ്. എന്തെല്ലാം കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ വന്നു. CPM മന്ത്രിമാർ, നേതാക്കൾ, ഹവാല, റിവേഴ്സ് ഹവാല, രാജേഷ് കൃഷ്ണ, അവതാരങ്ങൾ, പാർട്ടി സെക്രട്ടറിയുടെ മകനുമായിട്ടുള്ള ബന്ധം, ഇതൊക്കെ വന്നല്ലോ ഒരു വശത്ത്. പിന്നെ നമ്മുടെ ഒരുപാട് അഴിമതി കഥകളും വന്നു. ഇതുമായി ബന്ധപ്പെട്ട പല 108 ആംബുലൻസിൻ്റെ ഒരു 250 കോടി രൂപയുടെ ഗൗരവതരമായ ഒരു അഴിമതി ആരോപണം വന്നു. ഒരു ടെൻഡറും ഇല്ലാതെ 500 കോടിക്ക് കൊടുത്തത് ടെൻഡർ വെച്ച് കഴിഞ്ഞപ്പോൾ 200 കോടി 243 കോടി കുറഞ്ഞതിൻ്റെ കഥകളൊന്നും. ഇതൊന്നും ചർച്ച ആവുന്നില്ലല്ലോ. ചർച്ച മുഴുവൻ മറ്റു വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകാൻ മനഃപൂർവ്വമായിട്ട് CPM ഗവൺമെൻറ് ശ്രമിക്കുന്നു. ഗവൺമെൻറ് ഭയങ്കരമായ സാമ്പത്തിക പ്രയാസത്തിലാണ്. ഈ ഓണക്കാലമായിട്ടും ജനങ്ങൾ പൊറുതിമുട്ടാണ്. രൂക്ഷമായ വിലക്കയറ്റമാണ്. എല്ലാ സാധനങ്ങളുടെയും വില കയറിയിരിക്കുക. ഗവൺമെൻറ് മാർക്കറ്റിൽ ഇടപെടുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ടു. അപ്പോൾ അതൊന്നും ചർച്ചയാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൈങ്കിളി കഥകൾ തന്നെ ചുറ്റിത്തിരിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അതൊന്നും അധികം നാൾ നീണ്ടു നിൽക്കില്ല. വീണ്ടും ജനങ്ങളുടെ മനസ്സാക്ഷിയുടെ കോടതിയിൽ ഈ ഗവൺമെൻറ്റിനെ ഞങ്ങൾ വിചാരണ ചെയ്യുക തന്നെ ചെയ്യും. ഞങ്ങൾ നിലമ്പൂരിൽ പറഞ്ഞു, നിലമ്പൂരിൽ ഞങ്ങൾ വിചാരണ ചെയ്തു. ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അഭിഭാഷകരാണ്. ആ റോള് ഞങ്ങൾ നിർവഹിക്കും. ഈ സർക്കാരിനെ ജനങ്ങൾ വിചാരണ ചെയ്യും. ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തിൽ UDF അധികാരത്തിലേക്ക് തിരിച്ചു വരും. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലും വലിയ പെർഫോമൻസ് UDFൻ്റേതായി ഉണ്ടാകും. ഞങ്ങൾ ടീം UDF ഒരു ടീമായിട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ റിസൾട്ട് കേരളത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. ഒരു ശക്തിക്കും അതിനെ തടുത്തു നിർത്താൻ പറ്റില്ല. അത് ജനാഭിലാഷത്തിൻ്റെ പ്രതിഫലനമായി. VD സതീശൻ ഡൽഹിയിൽ പോയി മാധ്യമങ്ങളുടെ മുന്നിൽ ഇത്തരം കാര്യങ്ങൾ വിളമ്പുമ്പോൾ KPCCയുടെ ആസ്ഥാനം ഇരിക്കുന്ന വെള്ളയമ്പലം ഇന്ദിരാഭവനിന്റെ അവസ്ഥ നമുക്കൊന്ന് കാണാം. അവിടെ VD സതീശൻ ഡൽഹിയിൽ നിൽക്കുന്നു. KPCC പ്രസിഡന്റ് എവിടെയാണെന്നറിയില്ല. ഇത്രയും വലിയ വിവാദങ്ങൾ നടക്കുമ്പോൾ KPCC ആസ്ഥാനത്തിന്റെ അവസ്ഥ നിങ്ങളൊന്ന് കാണുക. ഞങ്ങൾക്ക് ഏതാണ്ട് ഉച്ചയോടുകൂടി ഒരു കോള് ലഭിക്കുന്നു. VD സതീശൻ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ KPCC ആസ്ഥാനം ഇരിക്കുന്ന ആ വെള്ളയമ്പലത്തിന്റെ ബൂത്ത് പ്രസിഡന്റ് കഴിവുകേട്ട VD സതീശൻ രാജിവെക്കുക എന്ന പ്ലക്കാർഡും ഏന്തി അദ്ദേഹം നിൽക്കുന്നു. ഒറ്റയാൽ സമരം നടത്തുന്നു. എത്രയും വേഗം വരിക എന്നും പറഞ്ഞ് ഞങ്ങൾക്കൊരു സന്ദേശം ലഭിക്കുന്നു. ഉടൻ തന്നെ ഞങ്ങളുടെ ടീം ക്യാമറയും അതിനും ഒക്കെ കൂടെ എത്രയും പെട്ടെന്ന് അവിടേക്ക് ഞങ്ങൾ ചെന്നപ്പോൾ കാണുവാൻ സാധിക്കുന്നത് ഒരാൾ പ്രഥമ ദൃഷ്ട്യാ തന്നെ അടിച്ച്
കോൺ തെറ്റി നിൽക്കുകയാണെന്ന് നമുക്ക് മനസ്സിലായി. ഇതൊക്കെ ഒരു പ്ലക്കാർഡൊക്കെ മേടിച്ച് അടിച്ച് കോൺ തെറ്റി ഇങ്ങനെ നിൽക്കുകയാണ്. പ്ലക്കാർഡ് പക്ഷേ ഈ പറഞ്ഞില്ല, പ്ലക്കാർഡൊക്കെ ഉണ്ട്, വി ഡി സതീശൻ രാജിവെക്കുക എന്നൊക്കെ പറഞ്ഞാണ് നിൽക്കുന്നത്. ഇദ്ദേഹം മദ്യപിച്ചിട്ടുണ്ട്. ആ നിൽപ്പിൽ തന്നെ നമുക്ക് വശപ്പശക്ക് തോന്നിയപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ഈ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ വെച്ച ഏതോ ഒരു പാരയാണ്. വി ഡി സതീശനെ എതിർക്കുന്ന ഇദ്ദേഹത്തിന്റെ ശത്രുക്കളായ ഏതോ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ഇതുപോലൊരാളെ ഈ ബൂത്ത് പ്രസിഡന്റിന് 2 അടിക്കാൻ മേടിച്ചു കൊടുത്തിട്ട് ഫിറ്റാക്കി അദ്ദേഹത്തെ ഇവിടെ നിർത്തിയിരിക്കുകയാണ്. അന്നേരം ഇദ്ദേഹം ചോദ്യങ്ങളൊക്കെ ചോദിച്ചതിന് മറുപടി പറയുന്നുണ്ട്. അതൊന്നും നമുക്കിപ്പോൾ കാണാം. പ്രേക്ഷകർ ഒരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടി എന്ന പ്രസ്ഥാനത്തോട് യാതൊരുവിധ എതിർപ്പുമില്ല. വി ഡി സതീശൻ എന്ന വ്യക്തിത്വത്തോട് പേഴ്സണലി അദ്ദേഹത്തോട് ഞങ്ങൾക്ക് യാതൊരു വൈരാഗ്യവുമില്ല. അതുപോലെ തന്നെ ഇതിന്റെ പദവികൾ വഹിക്കുന്ന ഒരു വ്യക്തികളോടും പേഴ്സണലി ഞങ്ങൾക്ക് ഒരു എനിമിറ്റിയുമില്ല. ഈ പ്രസ്ഥാനം നശിച്ചു കാണണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ഇപ്രകാരം ഒരു ദൃശ്യം കാണിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം, കോൺഗ്രസ് നേതൃത്വം തന്നെ മനസ്സിലാക്കണം, നിങ്ങളുടെ കൂടെയുള്ളവർ ആരാണ്, നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നവർ, നിങ്ങളുടെ പാർട്ടിക്കുള്ളിൽ തന്നെയുള്ളവർ ആരാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളുടെ സംഘടനയുടെ ബലം ഇത്രയേ ഉള്ളൂ എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇത്രത്തോളം വീക്കാണ് നിങ്ങൾ. ലോകം മുഴുവൻ നിങ്ങൾ സംസ്ഥാനം ഭരണം പിടിച്ചെടുക്കുവാൻ നിങ്ങൾ പാഞ്ഞു നടക്കുമ്പോൾ നിങ്ങളുടെ സിസ്റ്റം തന്നെ എത്ര വീക്കാണ്. നിങ്ങളുടെ വിശ്വസ്തർ എന്ന് കരുതുന്നവർ എത്ര നിങ്ങൾ മറ്റുള്ളവരെ ചതിക്കുമ്പോൾ സതീശ നിങ്ങളോടൊപ്പം നിൽക്കുന്നവർ നിങ്ങളെ തേക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അതിനുവേണ്ടി മാത്രമാണ് ഈ ദൃശ്യം ഞങ്ങൾ കാണിക്കുന്നത്. ആദ്യമേ ഇദ്ദേഹത്തിന്റെ ബൈറ്റ് എടുത്ത ശേഷം ഞങ്ങൾ തീരുമാനമെടുത്തു, ഇദ്ദേഹം പറയുന്നതിൽ കാര്യമുണ്ടെങ്കിലും അദ്ദേഹം പറയുന്നതിനകത്ത് ന്യായമുണ്ടെങ്കിലും മദ്യപിച്ച ഒരു വ്യക്തിയുടെ ബൈറ്റ് ഒരു കാരണവശാലും നമുക്ക് വിശ്വസനീയമല്ല, അത് കൊടുക്കണ്ട എന്ന് നമ്മൾ തീരുമാനമെടുത്തു. പിന്നെയും ഇത് കൊടുക്കുവാൻ തീരുമാനിച്ചതിന്റെ കാരണം ജനങ്ങൾ അറിയണം ഇവരുടെ കൂടെ നിൽക്കുന്നവർ, ഇവരുടെ ചുറ്റുമുള്ളവർ എത്രത്തിലാണ്. ഇത്തരം ഒരു പ്രശ്നം വരുമ്പോൾ ഇവർക്ക് കൈകാര്യം ചെയ്യുവാനുള്ള ഒരു സംവിധാനവുമില്ല എന്ന് മനസ്സിലാക്കണം. ആ സമയത്ത് ഏതാണ്ട് ഇത് ആസൂത്രണം ചെയ്തവർ പോലീസിൽ വിളിച്ച് അറിയിച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമായിരിക്കാം. 10ഓളം പോലീസുകാർ അവിടെ സംരക്ഷണത്തിനായി ഉണ്ട്. അന്നേരം ഇത്തരം ഒരു കാര്യം ഉറപ്പിക്കാം, ഈ ഒരു അടിച്ച് സെറ്റായി നിൽക്കുന്ന ഇവനെ ആരും തല്ലത്തില്ല എന്ന് ഉറപ്പാണ്. കാരണം പോലീസ് അവിടെ നിൽക്കുന്നത് കൊണ്ട് ഇവനെ കൈവെക്കത്തില്ല എന്നുള്ള ഒരു ഉറപ്പ് ആ നിൽക്കുന്നവർക്കും ഇത് ആസൂത്രണം ചെയ്യുന്നവർക്കും ഉണ്ടാവാം. ഒരു പാർട്ടി സംവിധാനം, ഇതുപോലുള്ള ഒരു പാർട്ടിയുടെ ആസ്ഥാന മന്ദിരത്തിൽ ഇതുപോലൊരുത്തൻ അടിച്ച് ഫിറ്റായി വന്നു നിന്ന് ഇതുപോലത്തെ നാടകം കാണിക്കുമ്പോൾ അതിനെ കൈകാര്യം ചെയ്യുവാനുള്ള ഒരു സംവിധാനം പോലും ഇവർക്കില്ല. ഇവർ എത്രത്തോളം വീക്കാണെന്ന് മനസ്സിലാക്കുക. എന്നാൽ ഈ പേക്കൂത്ത് കാണിക്കുന്നത് AKG ഭവന്റെ മുന്നിലായിരുന്നുവെങ്കിലോ മാരാർജി ഭവന്റെ മുന്നിലായിരുന്നുവെങ്കിലോ ഇതൊന്നും മനസ്സിലാക്കി തരുവാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ വിഷ്വൽ കാണിക്കാൻ പോകുന്നത്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഇന്ന് ഉച്ചയ്ക്ക് വി ഡി സതീശന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് KPCC ആസ്ഥാന മന്ദിരം ഇരിക്കുന്ന ആ സ്ഥലത്തെ ബൂത്ത് 9ാം ബൂത്തിന്റെ പ്രസിഡന്റായ വ്യക്തി നടത്തുന്ന ഒരു ഏകാംഗ നാടകം കണ്ടാലും. ഒരു കാര്യമില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് എന്തെങ്കിലും കേസുണ്ടോ? ആരെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടോ? ഇല്ലാതെ എന്തിനാണ് വി ഡി സതീശൻ ഇങ്ങനെ ചെയ്തത്? നമ്മൾ സാധാരണ ഒരു പാർട്ടി പ്രവർത്തകൻ, നമുക്കെന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ പാർട്ടിയല്ലേ സംരക്ഷിക്കേണ്ടത്, ഇല്ലേ? അല്ലെങ്കിൽ പിന്നെ എന്ത് പാർട്ടിയിൽ നിന്നിട്ട് എന്ത് കാര്യം? 30 വർഷം കൊണ്ട് കോൺഗ്രസ്സിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എൻ്റെ ബൂത്ത് ഇതാണ്. ഒരു സംരക്ഷണം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് പാർട്ടി? കേസുകാരുണ്ടായിരുന്നു, പാർട്ടിയെ സംരക്ഷിക്കും, പാർട്ടിക്കാരെ സംരക്ഷിക്കും. ഇപ്പോഴത്തെ പ്രസിഡന്റാ അടന്നു. രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവനാണ്. പാർട്ടിയെ പ്രതിരോധിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. മനസ്സിലായില്ലേ? അവനെയൊക്കെ തകർക്കുക എന്ന് പറഞ്ഞാൽ അത്രയും നീചമായ പ്രവൃത്തിയാണ് വി ഡി സതീശൻ ചെയ്യുന്നത്. ചരിത്രമുണ്ട് ഇതിനകത്ത്. സതീശനല്ലേ ഈ പ്രതിപക്ഷ നേതാവ്. ചെന്നിത്തലയ്ക്ക് ഏത് സ്ഥാനമുണ്ടെന്ന് എനിക്കറിയില്ല. ഒറ്റയാൾ പോരാട്ടം ഈ ബൂത്തിൻ്റെ ആളായിരുന്നുണ്ട്. ഈ KPCC ഉൾപ്പെടെയുള്ള ബൂത്ത് പ്രസിഡന്റ് ആയിരുന്നുകൊണ്ടാണ് ഒറ്റയാൾ പോരാട്ടം. സഹിക്കാൻ വയ്യ. ഞാൻ ബൂത്ത് പ്രസിഡന്റ് ആയിരുന്നു.
നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, കോൺഗ്രസിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് ഇവർ. വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല രണ്ടുപേരും. LDF-ന്റെ പിന്തുണ ഇതിനകത്തുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. എനിക്കൊരു സംശയമുണ്ട്, ഈ അച്ചാരം വാങ്ങിയിട്ടുണ്ടാണ്. കാരണം കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിലിനെ DYFIക്കാർ അവിടെ വെച്ചിട്ട് മർദ്ദിക്കാൻ ശ്രമിച്ചില്ലേ? ആ അപ്പോൾ അതെല്ലാം ഇതിന്റെ ബാക്കി പത്രമാണെന്നാണ് വിശ്വസിക്കുന്നത്. ആവാം. നല്ല നല്ല പിള്ളേരെ കോൺഗ്രസിനകത്തുണ്ട്. അവരെയൊക്കെ നശിപ്പിക്കുക. കടൽ കിഴവന്മാർ നശിപ്പിക്കും. ഈ പ്രായമായവരെ പുറത്താക്കിക്കൊണ്ട് യുവതലമുറ വരണമെന്നാണ്. അതെ തീർച്ചയായിട്ടും. ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടം, അബിൻ വർക്കി, ജിൻഡോ ജോൺ, ഇതേപോലെയുള്ള നമ്മളെ ആവേശം കൊള്ളിക്കുന്ന കുറേ നേതാക്കൾ ഉണ്ട് കോൺഗ്രസിൽ പുതിയതായിട്ട് വന്ന. അവനെയൊക്കെ ചവിട്ടി തേച്ചും കൊണ്ട് ഈ കടൽ കിഴവന്മാർ നശീകരണ യന്ത്രം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കോൺഗ്രസിൻ്റെ അന്തകര് ഒരു കാലത്തും രക്ഷപ്പെടാൻ അനുവദിക്കില്ല. പാർട്ടി പ്രവർത്തനമായിട്ട് നമ്മൾ നിൽക്കുന്ന നമുക്ക് ഇവനൊക്കെ ഒരു വേനയാണ്. നായ്ക്കൾ എന്ന് പറഞ്ഞാൽ നായ്ക്കൾ. ഇത്രയും വൃത്തികെട്ട ഒരു രാഷ്ട്രീയ സാഹചര്യം ഇതിനു മുൻപ് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. സങ്കടം തോന്നുന്നു സഹോദര. കരുണാകരനൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നമുക്കൊരു സംരക്ഷണവും നമുക്ക് പാർട്ടി പ്രവർത്തകർ ഒരു ഊർജവും തരുമായിരുന്നു. ഇന്ന് പാർട്ടി തന്നെ വർക്ക് ചെയ്യുന്നത് കഷ്ടം. ഈ ഒരു പ്രശ്നത്തോടു കൂടി കോൺഗ്രസിന്റെ കാര്യങ്ങൾ, കോൺഗ്രസിന്റെ പാർട്ടി തന്നെ തകരാനായിട്ട് ഇതൊരു കാരണമാവുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? എങ്ങനെ? ഇതുപോലത്തെ ഇല്ല, കോൺഗ്രസ് വരും. പക്ഷേ ഇവരുണ്ടല്ലോ, ഈ വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയെല്ലാം കോൺഗ്രസ് വരും. അതൊരു പ്രസ്ഥാനമാണ്, ഇന്ത്യ ഉണ്ടാക്കിയ പ്രസ്ഥാനം. ഈ കോൺഗ്രസ്സാണ് ഭാരതം എന്ന് പറഞ്ഞില്ലേ? ഭാരതം ഉണ്ടാക്കിയത് കോൺഗ്രസ്സാണ്. വേറെ ആർക്കും അതിൽ ഒരു ഇതുമില്ല. ഭാരതം ഉണ്ടാക്കിയത് കോൺഗ്രസ്. സർവ്വതും ചെയ്തു വെച്ചത് കോൺഗ്രസ്. കണ്ടല്ലോ, കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മാർത്ഥത കണ്ടല്ലോ. ഇത്തരത്തിലുള്ള ആളുകളാണ് ഈ പ്രസ്ഥാനത്തിലുള്ളത്. ഇവരെയൊക്കെ വിശ്വസിച്ചാണ് ഇവർ പ്രവർത്തിക്കുന്നത്. നേതാക്കന്മാർ വലിയ പാലം വലികളും തരികടകളും നടത്തുമ്പോൾ നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ താഴെയുള്ള നിങ്ങളുടെ പ്രവർത്തകർ നിങ്ങൾക്ക് തരുന്ന ചിമിട്ടം പണിയും നിങ്ങൾ കാണുക. കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറഞ്ഞില്ലേ? ഇതൊക്കെ നിങ്ങളുടെ കർമ്മഫലം. വി.ഡി. സതീശൻ പറഞ്ഞതുപോലെ ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നു സംസ്ഥാനത്ത്. ഒരു പ്രതിപക്ഷത്തെ ജനം തെരഞ്ഞെടുത്ത്, ഒരു പ്രതിപക്ഷ നേതാവിനെയും തെരഞ്ഞെടുത്ത്, ഒരു മുഖ്യമന്ത്രിക്ക് സമാനമായ സംവിധാനങ്ങൾ, വലിയ വസതിയും ലക്ഷക്കണക്കിന് രൂപയുടെ ചിലവ് നടത്തുവാനുള്ള എല്ലാ സംവിധാനങ്ങളും, ഒരു മുഖ്യമന്ത്രി, ഒരു ഷാഡോ ചീഫ് മിനിസ്റ്ററാണ് ഒരു പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത്. മുഖ്യമന്ത്രിയെ പോലെ തന്നെ ഉള്ള ആഡംബര വസതി, യാത്രാ സംവിധാനങ്ങൾ, മറ്റുള്ള എല്ലാ ബത്തകൾ, എല്ലാ സംവിധാനവും നടത്തി കൊടുത്ത് അദ്ദേഹത്തെ അവിടെ ഇരുത്തിക്കുന്നത് തിന്നു തൂറാനല്ല. സ്റ്റിഫാൻ ഷൈൻ മുക്കി ഫേഷ്യലൊക്കെ ചെയ്ത് കല്യാണ പരിപാടികൾക്ക് പോവുകയും ഉദ്ഘാടന പരിപാടികൾക്ക് പോകാനും വേണ്ടി അല്ല കേരളത്തിലുള്ള ഈ 3.5 കോടി ജനങ്ങളുടെ ഒരു റെപ്രസെന്റേറ്റീവായി, ഒരു ശക്തമായ ഒരു പ്രതിപക്ഷ നേതാവായി അദ്ദേഹത്തെ കൊണ്ടിരുത്തിയത്. ഇദ്ദേഹം ഓർത്തിരിക്കുന്നത് ഇതെല്ലാം സുഖിക്കാനും രമിക്കാനും പറക്കാനും വേണ്ടിയുള്ള ഒരു പദവി എന്ന് കരുതുന്ന ഈ വരി ഉടച്ച വണ്ടിക്കാള കേരളം ഭരണപക്ഷത്തിന് റൈഡ് ചെയ്യുവാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കിയിരിക്കുകയാണ്. സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകുന്നു അല്ലേ? പറഞ്ഞാൽ ഒരാഴ്ച ഇരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞാൽ പോലും തീരാത്തത്ര വളരെ ഗൗരവമേറിയ വിഷയങ്ങൾ ഇവിടെ ഉണ്ട്. അതൊന്നും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഇവിടെ ഒരു പ്രതിപക്ഷമുണ്ടെന്ന് പോലും തോന്നുന്നില്ല. മാധ്യമങ്ങൾ പോലും, നമ്മൾ ഓർക്കുക എത്ര സമർത്ഥമായാണ് ഈ സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾ എന്ന പദം ആദ്യമായി പ്രയോഗിച്ചത് പിണറായി വിജയനായിരുന്നു.
പിണറായി വിജയനാണ് അപ്രകാരം ഒരു സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾ എന്നൊരു പരാമർശം പോലും നടത്തിയത്. എന്നാൽ ഇന്ന് ആ സിൻഡിക്കേറ്റ് മാധ്യമങ്ങളുടെ നിയന്ത്രണം മുഴുവൻ അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് പിണറായിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പിണറായി സർക്കാരിനെതിരെ ഇവിടെയുള്ള ഒരൊറ്റ മാധ്യമങ്ങളും, നമ്മൾ കരുതിയ ചില സോക്കോൾഡ് വലതുപക്ഷ മാധ്യമങ്ങളെല്ലാം ഉണ്ടായിരുന്നു, ഇന്ന് വളരെ തന്ത്രപൂർവം വളരെ അവസരോചിതമായി അവർ സർക്കാർ നൽകുന്ന പരസ്യങ്ങളും ഉപകാരങ്ങളും എല്ലാം സ്വീകരിച്ച് അവർ നിശബ്ദത പാലിക്കുന്നു. ഈ തീവട്ടിക്കൊള്ളകൾക്ക് അവർ നിശബ്ദ പങ്കാളിയാകുന്നു, പങ്കുപറ്റുന്നു. നമുക്ക് തന്നെ അറിയാം, ഇന്നത്തെ പത്രങ്ങളൊന്ന് ഓടിച്ചു നോക്കിയാൽ മാത്രം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഏതാനും ചില വിഷയങ്ങളാണ് ഞാൻ ഇനി പരാമർശിക്കാൻ പോകുന്നത്. നമുക്കറിയാം, കേരളത്തിന്റെ സ്വപ്ന പദ്ധതി എന്ന് വിശേഷിപ്പിച്ച 6000 കോടിയിലധികം രൂപയുടെ മുതൽ മുടക്കോടുകൂടി പ്രഖ്യാപിച്ച, സെപ്റ്റംബറിൽ ആദ്യ വാരം പൂർത്തിയാക്കും എന്ന് പ്രഖ്യാപിച്ച, ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ ആദ്യഘട്ടം പൂർത്തിയാക്കും എന്ന് പറഞ്ഞിരുന്ന നമ്മളുടെ സ്വപ്ന ജലപദ്ധതിയായ കോവളം ബേക്കൽ വെസ്റ്റ് കോസ്റ്റ് ജലപാതയുടെ ആദ്യ കമ്മീഷനിങ് ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ, അത് സെപ്റ്റംബറിൽ തന്നെ പൂർത്തിയാക്കും എന്ന് പറഞ്ഞിരുന്നു. 1-2 രൂപയുടെ അല്ല, 6000 കോടി രൂപയുടെ ഒരു ജലപാത പദ്ധതി. അതെന്തായി? ഇത്രയും വർഷമായിട്ടും അതിന്റെ ആദ്യഘട്ടം പോലും പൂർത്തിയാക്കിയില്ല. ആ ഒരു 6000 കോടി രൂപയുടെ ഒരു പദ്ധതിയാണെന്ന് ഓർക്കണം. ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇവിടുത്തെ പ്രതിപക്ഷം സംസാരിച്ചിട്ടുണ്ടോ, മിണ്ടിയിട്ടുണ്ടോ? ഈ പദ്ധതി എന്താണെന്ന് പോലും ഇവർക്കറിയുമോ? ഇതിന്റെ വീതം പറ്റി, ഈ പദ്ധതിയുടെ നടത്തിപ്പുകാരുടെ കയ്യിൽ നിന്നും അതിന്റെ ഓഹരി പറ്റി നിശബ്ദത പാലിക്കുന്നു. ഈ 6000 കോടി രൂപ ഓർക്കണം, കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നും എടുത്തു നൽകിയ, വൻ വികസന കുതിച്ചുചാട്ടം ഉണ്ടാക്കും എന്ന് പ്രഖ്യാപിച്ച ഇടത് സർക്കാരിന്റെ ഏറ്റവും വലിയ പദ്ധതികളിൽ, അവർ പ്രഖ്യാപിച്ച പദ്ധതികളിൽ ഒരു പദ്ധതി, സ്വപ്ന പദ്ധതിയായിരുന്നു ഈ ജലപാത. ഇതിന്റെ ആദ്യഘട്ടം പോലും യാഥാർത്ഥ്യമാക്കുവാൻ ഇവർക്ക് കഴിഞ്ഞില്ല. ഇനി എത്ര സമയമുണ്ട്? യാതൊരു കാരണവശാലും ഈ പദ്ധതിയുടെ ആദ്യഘട്ടം പോലും ഈ സർക്കാരിന് പൂർത്തീകരിക്കുവാൻ സാധ്യമല്ല. എന്നാൽ ഇതിന്റെ ഓഹരികൾ, ഇതിന്റെ ലാഭവിഹിതങ്ങൾ കിട്ടേണ്ടവർക്കെല്ലാം കിട്ടി. അതും മേടിച്ച് ഇവിടുത്തെ പ്രതിപക്ഷം ഈ വരി ഉടച്ച വണ്ടിക്കാള അതും മേടിച്ച് ശാപ്പിട്ട് മിണ്ടാതിരിക്കുന്നു. നമുക്കറിയാം, ഓണക്കാലമായി. ഈ ഓണസമയത്ത് നമുക്കറിയാം, മലയാളികളെല്ലാം ഒത്തുകൂടുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് മറുനാടുകളിലുള്ളവരും നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലുള്ളവരും എല്ലാം ആശ്രയിക്കുന്നത് പ്രധാനമായും തീവണ്ടിയെയും ബസ് സർവീസുമാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു കാര്യമല്ല ഓണാഘോഷം, അല്ലെ ഓണ വെക്കേഷൻ എന്ന് പറയുന്നത്. ഇത്തവണയും യാതൊരു മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടില്ല. സ്വകാര്യ ബസ്സുകളുടെ, എയർ ബസ്സുകളുടെ തീവട്ടിക്കൊള്ളയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒരു ഫ്ലൈറ്റ് ചാർജിനേക്കാളും വലുത്. ബാംഗ്ലൂരിൽ നിന്നും ഇവിടെ എത്തണമെങ്കിൽ 5000 രൂപ മുതൽ 5500 രൂപ വരെ വൺ വേ കൊടുക്കേണ്ടുന്ന ഒരു അവസ്ഥ പോലും ഓണ ദിവസങ്ങളിൽ ഉണ്ട്. ഓർക്കണം, ഇതിന് യാതൊരുവിധ മുന്നൊരുക്കങ്ങൾ, KSRTC 100-ലധികം വണ്ടികൾ ഈ കടബാധ്യതയും നഷ്ടത്തിൽ പോകുമ്പോഴും, ശമ്പളം കൊടുക്കാൻ മാർഗമില്ലാതെ പോകുമ്പോഴും, കമ്മീഷൻ മാത്രം ലക്ഷ്യം വെച്ച് ഇവന്മാർ ബസ് മേടിച്ചിട്ടു. എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിൽ ഓർക്കണം, അന്യനാടുകളിൽ പോയി എന്തുകൊണ്ട് അവർ പണിയെടുക്കുന്നു? ഇവിടെ ഒരു ജോലിയില്ല, ഇവിടെ കാര്യമായ ശമ്പളം കിട്ടത്തില്ല. അങ്ങനെ അവർ മറുനാടുകളിൽ പോയി കഷ്ടപ്പെട്ട് ഈ ഓണനാളെങ്കിലും ഒരുമിച്ച് ഒരു ഓണം ഉണ്ണുവാൻ വരുന്നവർക്ക് വേണ്ടി എന്ത് കരുതലാണ് ഈ സർക്കാർ ചെയ്തിരിക്കുന്നത് എന്ന് ചോദിക്കേണ്ടത് ആരാണ്? പ്രതിപക്ഷമാണ്. തീവട്ടിക്കൊള്ള സ്വകാര്യ ബസ്സുകാർ നടത്തുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ പോലും, അതിനെന്ത് ബദൽ സംവിധാനം ഉണ്ടാക്കി, അതിനെന്ത് സജഷൻ കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചു ഇടതുപക്ഷമേ? വി.ഡി. സതീശ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അണ്ടർവെയർ തപ്പിപ്പോകുമ്പോൾ, നിങ്ങൾ ഇത്തരത്തിലുള്ള ഇക്കിളി കഥകൾ തേടിപ്പോകുമ്പോൾ, വെല്ലവളുമാരുടെയും അണ്ണാക്കിൽ കേക്ക് തിരികാൻ പോകുമ്പോൾ, നിങ്ങളെ വെല്ലവരുടെയും വായിൽ കേക്ക് തള്ളാനല്ല കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിൽ താമസിപ്പിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഇത്തരം വിഷയങ്ങളിൽ ആത്മാർത്ഥമായും ശക്തമായും ഇടപെടുവാൻ വേണ്ടിയാണ് ഒരു പ്രതിപക്ഷ നേതാവ് ഇവിടെ ആവശ്യമുള്ളത്. അതുപോലെ സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയൊരു ആശങ്കയാണ് പങ്കാളിത്ത പെൻഷൻ പദ്ധതി. ഈ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിപ്പിക്കും എന്ന് മോഹന വാഗ്ദാനം നൽകിയിട്ട് വർഷങ്ങളായി. എന്നാൽ ഈ പദ്ധതി തുടരും എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഈ പദ്ധതി തുടരും എന്ന ഉറപ്പിന്മേലാണ് സംസ്ഥാന സർക്കാർ അധികമായി 5720 കോടി രൂപ വായ്പ എടുത്തിരിക്കുന്നത്. പല സർക്കാർ ജീവനക്കാരും ഈ ഒരു പങ്കാളിത്ത പെൻഷൻ പദ്ധതി അവസാനിപ്പിക്കും, അവർ നിർത്തലാക്കും എന്ന പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. എന്നാൽ നിർത്തലാക്കില്ല. ഈ പദ്ധതിയെ കാണിച്ചുകൊണ്ടാണ് ഈ 5720 കോടി രൂപയും കടമായി എടുത്തിരിക്കുന്നത്.
ഇതിനെതിരെ ശബ്ദിക്കുവാൻ ഇവിടുത്തെ സർക്കാർ ജീവനക്കാർക്ക് അനുകൂലമായി അവരുടെ നാവായി വർത്തിക്കേണ്ടുന്ന പ്രതിപക്ഷ നേതാവ് ഇതൊന്നും കാണുന്നില്ല, അറിയുന്നില്ല. അതുപോലെ നമുക്കറിയാം വോട്ടർ പട്ടിക ക്രമക്കേട്. രാജ്യം മുഴുവൻ ഈ വിഷയം ശക്തമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം രാഹുൽ ഗാന്ധി എന്ന ആ നേതാവ് ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഉന്നമനത്തിനായി നല്ലൊരു നാളേക്കായി ആത്മാർത്ഥമായിട്ട് ഓർക്കുക എന്തുമാത്രം കഷ്ടപ്പെടുന്നു. ഇന്ത്യയുടെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ അദ്ദേഹം ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ, ഇതിന്റെ ഗൗരവം ജനങ്ങളിലേക്ക്, സാധാരണ ജനങ്ങളിലേക്ക് പകർന്നു നൽകുവാൻ, ഇതിന്റെ അപകടം ജനങ്ങളെ ബോധിപ്പിക്കുവാൻ അദ്ദേഹം അതുപോലെ എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എത്ര കിലോമീറ്ററുകൾ അദ്ദേഹം സഞ്ചരിക്കുന്നു, ഊണും ഉറക്കവും ഇല്ലാത്ത രാത്രികൾ. എന്നാൽ ഈ ഒരു വിഷയത്തിൽ, ഈ വോട്ടർ പട്ടിക ക്രമക്കേടിൽ സാധാരണ ജനങ്ങൾക്ക് ഇതെന്താണ്, ഇതിൽ പതിയിരിക്കുന്ന അപകടം എന്താണ്, എന്ത് തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത് എന്ന് സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന വിധം ഒരു അവയർനെസ് ക്യാമ്പയിൻ ഈ കേരളത്തിലുള്ള കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിങ്ങൾക്ക് നടത്തുവാൻ പറ്റിയോ? ഇത്തരം ഒരു വലിയ തീവട്ടിക്കൊളം നടന്നിട്ട് അതിനെ എൻക്യാഷ് ചെയ്യാനുള്ള എന്തെങ്കിലും സ്ട്രാറ്റജിയോ പ്രവർത്തനങ്ങളോ ഇതുവരെ ഈ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നോ KPCC അധ്യക്ഷന്റെ ഭാഗത്തു നിന്നോ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ ക്ഷേമ പെൻഷൻ മുടങ്ങിക്കിടക്കുന്നു. ഒരു 1000 അല്ലെ 1600 രൂപ മാസം കിട്ടുന്നത് കൊണ്ട് വളരെയേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് വൃദ്ധജനങ്ങൾ, ആശ്രയപറ്റവർ ഇവിടെയുണ്ട്. അവർക്ക് വാഗ്ദാനം നൽകി, അവർക്ക് ക്ഷേമ പെൻഷൻ നൽകുമെന്ന വാഗ്ദാനം നൽകി, അത് കൃത്യമായി നൽകും എന്ന വാഗ്ദാനം നൽകി അധികാരത്തിലേറ്റിയ സാധാരണക്കാരന്റെ, തൊഴിലാളികളുടെ പാർട്ടിയായ പ്രസ്ഥാനമായ അവർ ബോധപൂർവം അവർക്ക് വലിയ വമ്പൻ പദ്ധതികൾക്കും മറ്റെല്ലാ കാര്യങ്ങൾക്കും പണമുണ്ട്. എന്നാൽ ഈ സാധാരണക്കാരന്റെ, സാധാരണ മനുഷ്യന് അവന് നൽകുന്ന ഈ ക്ഷേമ പെൻഷൻ പോലും നൽകുവാൻ സാധിക്കുന്നില്ല. അതുപോലെ ആശാ വർക്കർമാരുടെ കാര്യം നമുക്കറിയാം. ആരൊക്കെ പലതരത്തിലുള്ള മോഹന വാഗ്ദാനങ്ങൾ നൽകി. അവരുടെ ആ വിഷയം ഇന്നും പരിഹരിക്കപ്പെടാതെ കിടക്കുന്നു. അവരിന്നും സെക്രട്ടേറിയറ്റിന് മുന്നിൽ എല്ലാവരും ഓണാഘോഷിക്കുമ്പോൾ നൂറുകണക്കിന് ആശമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ആ മഴയും വെയിലും കൊണ്ട് അവർ കിടക്കുന്നു. അവരെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. തുടക്കത്തിൽ കാണിച്ച പല കോൺഗ്രസ് നേതാക്കന്മാരും അവരോടൊപ്പമുണ്ട്, ഞങ്ങളുണ്ട്, ഇവരോടൊപ്പം ഇവിടെ വന്ന് ഉപവാസം കിടക്കും എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച് കയ്യടി മേടിച്ച് മാധ്യമങ്ങളിൽ ബൈറ്റും കൊടുത്ത് പോയവരെ മഷിയിട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ഇതും ഇവിടുത്തെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ അല്ല. അതുപോലെ തന്നെ നമുക്കറിയാം വയനാട് ദുരന്തം, സമാനതകളില്ലാത്ത ഒരു ദുരന്തത്തിനായിരുന്നു വയനാട് സാക്ഷ്യം വഹിച്ചത്. മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടലിൽ നൂറുകണക്കിന് ജീവനുകൾ പൊതിഞ്ഞു. ആ നാമത്തിൽ ഏതാണ്ട് 900 കോടിയോടധികം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്നെ വന്നു ചേർന്നു. ഏതാണ്ട് അതിലും കൂടിയ തുക പല സ്വകാര്യ സന്നദ്ധ സംഘടനകളും പ്രവർത്തകരും എല്ലാം വാഗ്ദാനം ചെയ്തു. പണമായിട്ടും ലാൻഡായിട്ടും വീട് വെച്ച് നൽകി പല. പക്ഷെ ഇതിനെയൊന്നും പ്രോപ്പറായിട്ട് ഇതുവരെ ഏകോപിപ്പിക്കുവാനോ ഈ ഒരു പദ്ധതിക്ക് പ്രഖ്യാപനങ്ങളൊന്നുമല്ലാതെ കൃത്യമായിട്ടും അവർക്കൊരു ആ ഉറ്റവരെയും ഉടയവരെയും ഭവനവും ഒക്കെ നഷ്ടപ്പെട്ടവർക്ക് ഇപ്പോഴും അവർ അർഹിക്കുന്ന തരത്തിലുള്ള ഒരു സഹായം ലഭിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ പ്രധാനമന്ത്രി ഇവിടം വന്ന് സന്ദർശിച്ചിട്ട് പോയപ്പോൾ വലിയ വാഗ്ദാനങ്ങളൊക്കെ നൽകി. എന്നാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് കേന്ദ്രം പ്രഖ്യാപിച്ച 440 കോടി രൂപ വെട്ടി വെറും പകരം 260 കോടിയിലേക്ക് ചുരുക്കി. ഇവിടെ ഒരു പ്രതിപക്ഷമുണ്ടോ പ്രതിഷേധിക്കുവാൻ? പല പ്രഖ്യാപനങ്ങളും ഇവർ നടത്തി. എന്നാൽ ശബ്ദം ഉയർത്തേണ്ടുന്ന സാധാരണക്കാരന്റെ, ആശയറ്റവന്റെ, ചിറകറ്റവന് വേണ്ടി ശബ്ദം ഉയർത്തേണ്ടുന്ന പ്രതിപക്ഷം ഈ ഒരു വിഷയം ചർച്ച ചെയ്യുകയോ ഇതിനെതിരെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുകയോ അല്ലെങ്കിൽ ഇത് ശ്രദ്ധിച്ചു എന്ന് കേന്ദ്ര സർക്കാരിന് മനസ്സിലാകുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രഖ്യാപനം, ഒരു പ്രസ് റിലീസ് പോലും ഇവർക്ക് ഇറക്കുവാൻ സാധിച്ചില്ല. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളായി നിങ്ങൾക്കറിയാം, ഇത്രയും സുപ്രധാനമായ വിഷയങ്ങൾ ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവന്മാരിവിടെ എന്താണ് സംസാരിക്കുന്നത്? കേക്ക് മുറിച്ച് ഉണ്ടാക്കി കൊടുക്കുന്നു. ജട്ടി വിപ്ലവം. ഈ നാണം കെട്ടവൻ, ഈ വരിയുടച്ച വെറും വണ്ടിക്കാളയായി മാറിയ പ്രതിപക്ഷ നേതാവ് ഇതൊന്നും കാണുന്നില്ല, അറിയുന്നില്ല.
പ്രതിപക്ഷം ഉറങ്ങുന്നു, കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുന്നു. ജനങ്ങൾ ഊർദ്ധശ്വാസം വലിക്കുന്നു. അതുപോലെ വിഴിഞ്ഞം തുറമുഖം റെയിൽപാത തുരങ്ക സംബന്ധിച്ച് അവിടുത്തെ പ്രാദേശികമായ ജനങ്ങൾക്ക് വളരെയേറെ ആശങ്കകളുണ്ട്. ഇതിൻ്റെ എല്ലാം കമ്മീഷൻ പറ്റി, അച്ചാരം പറ്റി, പരിപാടികൾ നടക്കുമ്പോൾ മാത്രം മുൻപന്തിയിൽ പോയി നിൽക്കുന്ന, അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന ഇവന്മാരൊന്നും ആ ജനങ്ങളുടെ ആശങ്കയോടൊപ്പമില്ല. അദാനിമാരുടെയും അംബാനിമാരുടെയും എല്ലാം ഇലക്ഷൻ ഫണ്ട് മേടിച്ച് തിന്നുന്ന ഇവന്മാർക്ക് പ്രാദേശിക ജനങ്ങളുടെ ആശങ്കയിൽ എന്ത് കാര്യം, അല്ലേ? അതുപോലെ കനിവ് 108 ആംബുലൻസുകളുടെ നടത്തിപ്പ് ചുമതല കരിമ്പട്ടിയിൽ 2 സംസ്ഥാനങ്ങൾ കരിമ്പട്ടിയിൽ പെടുത്തിയിരുന്ന GVK EMRI കമ്പനികൾക്ക് നൽകിയത് വഴിവിട്ടാണ്. യാതൊരു ടെൻഡർ മാനദണ്ഡങ്ങളും പാലിക്കാതെ ഏതാണ്ട് 250 കോടിയിലധികം രൂപയുടെ കമ്മീഷൻ ഇടപാട് നടന്നു എന്ന് ആരോപിക്കുന്ന ഈ ഒരു വലിയ തീവട്ടിക്കൊള്ള അത് അർഹിക്കുന്ന പ്രാധാന്യത്തോടെ ഉയർത്തിക്കാണിക്കുവാൻ, ചർച്ച ചെയ്യുവാൻ, ഈ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരുവാൻ പ്രതിപക്ഷത്തിന് സാധിച്ചില്ല. ഇത് കിട്ടുന്ന ചില നേതാക്കന്മാർ ഇത് പറയേണ്ടവർ പറയുന്നില്ല. ആ ക്രെഡിറ്റ് എനിക്ക് വേണമെന്ന് പറഞ്ഞ് ചില കസേരമോഹികൾ, മുഖ്യമന്ത്രി കസേരമോഹികൾ ഇത്തരം വിഷയങ്ങൾ അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആക്കി വെച്ച് അവര് എക്സ്ക്ലൂസീവായിട്ട്, രഹസ്യമായിട്ട്, ഒതുക്കത്തിൽ ഇത് ഒരു ക്യാമ്പയിൻ നടത്താൻ നോക്കുന്നു. ഇത് അവരുടെ ഒരു PR വർക്കിനുള്ള ടൂളായി മാറ്റുന്നു. പക്ഷേ ഇതൊന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ല, ശ്രദ്ധിക്കപ്പെടുന്നില്ല. ഇതെല്ലാം പല കമ്പാർട്ട്മെന്റുകളായി നിന്ന് ഒരു യൂണിറ്റി ഇല്ലാതെ പ്രതിപക്ഷം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ നമുക്കറിയാം, തെരുവിലിറങ്ങാൻ വയ്യ. തെരുവ് നായ ശല്യം, പേപ്പട്ടി ശല്യം. കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പഠനത്തിൽ നിന്നും വെളിവാകുന്നു, സംസ്ഥാനത്ത് മരിക്കുന്നതിൽ 45%-ലധികവും 15 വയസ്സിൽ താഴെയുള്ള പിഞ്ചു കുട്ടികളാണ്. തെരുവ് നായ ശല്യം, പേപ്പട്ടി ശല്യം കാരണം വെളിയിലിറങ്ങാൻ വയ്യാത്ത അവസ്ഥ. ഈ വാക്സിൻ ലോബി കോടികളാണ് ഇവിടെ കമ്മീഷനായി കൊടുക്കുന്നത്. ഈ തെരുവുനായ ശല്യം ഇവിടെ നിലനിൽക്കേണ്ടുന്നത്, അതിനെതിരെ ശക്തമായ നടപടികൾ എടുക്കേണ്ടുന്ന സർക്കാർ എന്ത് ചെയ്യുന്നു? തെരുവുനായ വന്ധ്യംകരണം, ഇവയുടെ നിർമ്മാർജ്ജനം എന്നൊക്കെ പറഞ്ഞ് കോടികൾ പല പദ്ധതികളുടെ പേരിൽ തട്ടുന്നു. ഈ സംസ്ഥാന ഖജനാവിൽ നിന്നും കോടികൾ മുടക്കി സർക്കാർ ആശുപത്രികളിൽ വാക്സിൻ മേടിച്ചു കൂട്ടുന്നു. എന്നാൽ എത്ര പേർ മരിക്കുന്നുണ്ടെന്നോ, ഇതിനെക്കുറിച്ച് കാര്യമായ പഠനമോ, ഇതിനൊരു അറുതി വരുത്തുവാൻ വേണ്ടുന്ന നടപടികളോ ഒന്നും ഉണ്ടാകുന്നില്ല. പ്രതിപക്ഷമാകട്ടെ ഇത്തരം വിഷയങ്ങളിൽ കുറ്റകരമായ ഉദാസീനത, മൗനം പാലിക്കുന്നു. ഒരു പ്രതിപക്ഷമുണ്ടോ ഇവിടെ? ഒരു പ്രതിപക്ഷമുണ്ടോ ഇവിടെ? അതുപോലെ നമുക്കറിയാം, വർദ്ധിക്കുന്ന ലഹരി കേസുകൾ. ഓരോ ദിവസവും മകൻ അമ്മയെ ബലാത്സംഗം ചെയ്ത കേസുകൾ, മകൻ ലഹരിയിൽ കൂട്ടക്കൊല നടത്തുന്ന കേസുകൾ, പിഞ്ചു കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന കേസുകൾ. സംസ്ഥാനത്ത് ഓരോ പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചും 100 കണക്കിന് ലഹരി കേസുകൾ വർദ്ധിച്ചു വരുന്നു. ഓരോ മാതാപിതാക്കളും വീട്ടിൽ ഹെൽമെറ്റ് ധരിച്ച് കിടന്ന് ഉറങ്ങേണ്ടുന്ന അവസ്ഥ, മക്കളെ പേടിച്ച്. LDF വന്നാൽ എല്ലാം ശരിയാകും, ഞങ്ങളുടെ മദ്യനയം എന്ന് പറയുന്നത് വളരെ ഉദാത്തവും മാതൃകാപരവുമാണ് എന്നും പറഞ്ഞ് ആയിരക്കണക്കിന് മുക്കിന് മത്സരിച്ച് ബാറുകളും ബിവറേജസ് ഔട്ട്ലെറ്റുകളും കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലുന്ന, ഒരു സൈഡിൽ കൂടെ മദ്യം ഒഴുക്കുന്നു, മദ്യം ഉപയോഗിച്ച ശേഷമുള്ള അപകടങ്ങൾ വർദ്ധിക്കുന്നു, മദ്യം ഉപയോഗിച്ച് കുടുംബം തകർന്നത് മൂലമുള്ള ആത്മഹത്യകൾ പെരുകുന്നു, മദ്യം ഉപയോഗിച്ച് യുവാക്കൾ അവരുടെ ചിന്താശേഷി നഷ്ടപ്പെട്ട് രോഗാതുരരായി മാറുന്നു, രോഗത്തിന് കീഴടങ്ങുന്നു, അപകടങ്ങൾ ഉണ്ടാകുന്നു, അപകട മരണങ്ങൾ പെരുകുന്നു. ഇതിൻ്റെ എല്ലാം റൂട്ട് കോസ് യാതൊരു മാനദണ്ഡവുമില്ലാതെ കള്ളുകച്ചവടവും ബിവറേജസ് ഔട്ട്ലെറ്റുകളും ഉണ്ടാക്കി മദ്യം ഒഴുക്കുന്നത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇത് മനസ്സിലാക്കി ഈ മദ്യനയത്തിനെതിരെ പ്രതികരിക്കേണ്ടുന്ന പ്രതിപക്ഷം ഇവരുടെ എല്ലാം പങ്കുപറ്റി ഈ തീവട്ടിക്കൊള്ളയ്ക്ക് മൗനാനുവാദം നൽകുന്നു. അവർ ഇവരുടെ വെറും അടിമകളായി മാറുന്നു. അതുപോലെ തന്നെ വർദ്ധിക്കുന്ന ഓൺലൈൻ തട്ടിപ്പുകൾ. കഴിഞ്ഞ ദിവസം തന്നെ തിരുവനന്തപുരം നഗരത്തിൽ മാത്രം ഒരു ഫാർമസ്യൂട്ടി കമ്പനി ഉടമയ്ക്ക് നഷ്ടപ്പെട്ടത് 25 കോടി രൂപയാണ് ഒരു ചെറിയ ഓൺലൈൻ ഇടപാടിൽ. അതുപോലെ
സംസ്ഥാനത്ത് കോടികളാണ് ഓൺലൈൻ ഇടപാടുകളിലൂടെ ജനങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്. അത്തരം തട്ടിപ്പുകളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുവാൻ, അതിന് അറുതി വരുത്തുവാൻ, തടയിടുവാൻ പറ്റുന്ന തരത്തിലുള്ള യാതൊരുതര കർമ്മപദ്ധതികളുമില്ല. ഇതിന് ശബ്ദമുയർത്തേണ്ടുന്ന പ്രതിപക്ഷം കൂർക്കം വലിച്ച് ഉറങ്ങുന്നു. വരിയെടുത്ത വണ്ടിക്കാളയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിപക്ഷം. പ്രയോജനമില്ലാത്ത വിദേശയാത്രകൾ, മുഖ്യമന്ത്രിയുടെയും മറ്റും നേതൃത്വത്തിൽ എത്രയെത്ര വിദേശയാത്രകൾ, സംസ്ഥാന ഖജനാവിൽ നിന്നും കോടികൾ ചിലവഴിച്ച് വൻപിച്ച വിദേശ മൂലധനം കൊണ്ടുവരും, അത് കൊണ്ടുവരും, ഇത് കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് വിദേശയാത്രകൾ നടത്തിയതല്ലാതെ 5 പൈസയുടെ പ്രയോജനം ഈ സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് വരികയോ ഏതെങ്കിലും രാജ്യങ്ങളുമായി ടൈപ്പ് ചെയ്ത് എന്തെങ്കിലും പദ്ധതികൾ വരികയോ ആർക്കെങ്കിലും പ്രയോജനമുണ്ടാകുകയോ ചെയ്തോ? ഇല്ല. ഇവിടുള്ള യുവജനങ്ങൾ കിടപ്പാടം പോലും വിറ്റും പണയം വെച്ചും രാജ്യം വിടുന്നു. ഇതിനെതിരെ എന്തെങ്കിലും ഒരു കർമ്മപദ്ധതി ആവിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെടുവാൻ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടുണ്ടോ? ഇല്ല. അതുപോലെ ഭൂമി നൽകിയില്ല എന്ന കാരണത്താൽ 100 കോടി രൂപയുടെ IIT ഇന്നൊവേഷൻ പാർക്ക് നമുക്കിതാ നഷ്ടപ്പെടാൻ പോകുന്നു. പദ്ധതി അനുവദിച്ചിട്ട് 5 മാസം കഴിഞ്ഞു. ഇതുവരെ ഒരു ഭൂമി അലോക്കേറ്റ് ചെയ്യുവാൻ നമുക്ക് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ അനുവദിച്ച ആ 100 കോടി രൂപയുടെ IIT ഇന്നൊവേഷൻ പാർക്ക് നമുക്കിതാ നഷ്ടപ്പെടാൻ പോവുകയാണ്. ഇതൊന്നും പക്ഷെ നമ്മുടെ പ്രതിപക്ഷം അറിഞ്ഞിട്ടില്ല. അവന്മാർ ഉറങ്ങുകയാണ്. അവന്മാർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജട്ടി തപ്പി പരക്കം പാഞ്ഞ് നടക്കുകയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് രാഹുൽ എന്താണ് ചെയ്തത്? അവൻ കേക്ക് മുറിച്ച് അണ്ണാക്കിലാണോ കൊടുത്തത് അതോ മറ്റെവിടെങ്കിലുമാണോ കൊടുത്തത് എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ അന്തിച്ചർച്ചയുടെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ഇത്തരം വിഷയങ്ങളൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല, ചിന്തിക്കുന്നില്ല. കാരണം ഇവിടുത്തെ പ്രതിപക്ഷം വരിയുടച്ച വണ്ടിക്കാളയാണ് നയിക്കുന്നത്. അതുപോലെ ഇതാ ചിരിക്കരുത്, സംസ്ഥാന സർക്കാർ അയ്യപ്പ ഭക്ത സംഗമം നടത്താൻ പോവുകയാണ്. പിണറായി വിജയൻ കാവടിയെടുക്കും, ഗോവിന്ദൻ ശൂലം കുത്തും. വമ്പൻ പരിപാടികളാണ് നടക്കാൻ പോകുന്നത്. നമ്മൾ കണ്ടു, ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിയേ അടങ്ങൂ എന്നും പറഞ്ഞ് ഓരോ ഇതുപോലുള്ള ഇപ്പോൾ ഇറക്കിയ സൈസ് ഐറ്റങ്ങളെ അന്ന് ഇറക്കിയിരുന്നു. എന്തു തന്നെ വന്നാലും ഞങ്ങൾ ശബരിമലയിൽ സ്ത്രീ പ്രവേശനം യാഥാർത്ഥ്യമാക്കും എന്നും പറഞ്ഞ് ആ പണി നടത്തി 8ന്റെ പണി മേടിച്ച് കെട്ടിയ അന്തംഗമ്മി സർക്കാർ. ഓർക്കണം, ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരാണെന്ന് ഓർക്കണം. മതം മനുഷ്യനെ മയക്കുന്ന, കറുപ്പ് എന്ന് വിശ്വസിക്കുന്ന, ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന, മനുഷ്യത്വത്തിൽ മാത്രം വിശ്വസിക്കുന്ന ഇടതുപക്ഷ സർക്കാർ ഇതാ അയ്യപ്പ ഭക്ത സംഗമം നടത്താൻ പോകുന്നു. എല്ലാവരും കുറി വരച്ച് റെഡിയായിരിക്കുകയാണ്. ശൂലമൊക്കെ കുത്തി കാവടിയാടാൻ വേണ്ടി റെഡിയായിരിക്കുകയാണ്. എടാ, ഇത് പൊള്ളത്തരമാണ്, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള വെറും നാടകമാണ് എന്ന് വിളിച്ചു പറയേണ്ടുന്ന ഇത്തരം ഈ പരിഹാസ്യമായ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ നടത്താൻ പോകുന്ന ഈ പരിപാടിയുടെ പൊള്ളത്തരങ്ങൾ, അതിൻ്റെ ഉദ്ദേശശുദ്ധി എന്താണ് എന്ന് സാധാരണ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടുന്ന, മനസ്സിലാക്കേണ്ടുന്ന പ്രതിപക്ഷം ഇതാ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിക്കർ എവിടെയാണ് കിടക്കുന്നത് എന്ന് തപ്പി ഉഴലുകയാണ്. എങ്ങനെ അവനിട്ട് പണി കൊടുത്ത് ഈ പ്രസ്ഥാനത്തിൽ നിന്നെ മാറ്റി അവനെ എങ്ങനെ ആത്മഹത്യ ചെയ്യിപ്പിക്കാം എന്ന റിസർച്ചിലാണ് വരിയെടുത്ത വണ്ടിക്കാളയായ പ്രതിപക്ഷ നേതാവ്. അതുപോലെ KSEB നടത്തുന്ന തീവട്ടിക്കൊള്ള, ലോകത്തിൽ ഇതുപോലൊരു തീവട്ടിക്കൊള്ള നടക്കുന്നു. ജനങ്ങളെ, പാവപ്പെട്ട ജനങ്ങളെ, ഒരു ഓർക്കണം, ഒരു ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു സർക്കാർ അണ്ടർടേക്കിങ്ങിലുള്ള ഒരു പ്രസ്ഥാനമാണ്. 5ാം ക്ലാസ്സും 6ാം ക്ലാസ്സും ഗുസ്തിയുമായിട്ട് പോസ്റ്റ് കുഴിച്ചിടാൻ വന്നവന്മാർ വരെ 1.5 ലക്ഷം രൂപയും ശമ്പളവും മേടിച്ച് ഇരിക്കുകയാണ്. ഇവനെയെല്ലാം തീറ്റിപ്പോറ്റേണ്ടുന്ന ബാധ്യത ഇവിടുത്തെ സാധാരണ ജനങ്ങളാ. സെസ്, അതിൻ്റെ മേൽ അധിക സെസ്, എന്തൊക്കെ ടാക്സുകൾ, യാതൊരു മാനദണ്ഡവും ഇല്ലാതെ താരിഫുകൾ കൂട്ടുന്നു, തോന്നുന്നപടി ചെയ്യുന്നു. ഇതിനെതിരെ പ്രതികരിക്കുവാനോ ശബ്ദിക്കാനോ ഇവിടെ പ്രതിപക്ഷമില്ല. പ്രതിപക്ഷമേ ഉറക്കത്തിൽ നിന്ന് ഉണരുക. അതുപോലെ നവീൻ ബാബുവിൻ്റെ കൊലപാതകം, അത് കൃത്യമായ ആസൂത്രണത്തോടെയുള്ള ഒരു കൊലപാതകമാണ് നവീൻ്റേത് എന്ന് ആർക്കും അറിയാം. ഒരു സംസ്ഥാന സർക്കാർ പറയുകയാണ് അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട ആവശ്യമില്ല, ലക്ഷങ്ങൾ മുടക്കി വക്കീൽമാരെ വെക്കുന്നു, അതിൻ്റെ അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല
എന്തിനാവശ്യമില്ല? അത് അന്വേഷിക്കപ്പെട്ടാൽ പല പ്രധാനികളിലും അന്വേഷണം എത്തും, അവർ പിടിക്കപ്പെടും. അതിനെതിരെ ശബ്ദിക്കുവാൻ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് അവർക്കൊരു നീതി ലഭിക്കുവാൻ, അതിന് ശബ്ദമുയർത്തുവാൻ ഇവിടെ ഒരൊറ്റ പ്രതിപക്ഷവുമില്ല. കാരണം അവർ തിരക്കിലാണ്. എന്താണ്? അണ്ണാക്കിൽ കേക്ക് തിരികെ കൊടുക്കണം. ആർക്കൊക്കെ കൊടുക്കണം? അതുപോലെ കർഷകർ. ബേസിക്കലി നമ്മളറിയാം, നമ്മുടെ ഒരു അഗ്രേറിയൻ എക്കോണമിയാണ്. വലിയ വീരവാദങ്ങൾ അടിക്കും. എത്രയെത്ര കൃഷിഭവനുകളുണ്ട് ഇവിടെ, എന്തൊക്കെ പദ്ധതികളുണ്ട്, എത്ര കോടി രൂപയാണ് യുവന്മാരെ തീറ്റിപ്പോറ്റാൻ വേണ്ടി കൊടുക്കുന്നത്. എന്നാൽ ആ യുവന്മാർക്ക് കൊടുക്കുന്ന ശമ്പളം ഈ കർഷകർക്ക് വിതരണം ചെയ്താൽ പോലും അവർ രക്ഷപ്പെടുമായിരുന്നു. ഇതുപോലെ വമ്പൻ പദ്ധതികളും കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളും തട്ടിവെട്ടി തിന്ന് കൊഴുത്ത് ചീർക്കാനുള്ള കുറേ സംവിധാനങ്ങൾ. പാവപ്പെട്ട കർഷകനുണ്ടാക്കുന്ന നാണ്യവിളകൾക്ക് വില ലഭിക്കുന്നില്ല, നെൽകർഷകർക്ക് വില ലഭിക്കുന്നില്ല, നാണ്യവിളകൾക്ക് വിലയില്ല. അവർക്ക് സഹായകരമായ എന്ത് പദ്ധതികളാണ് ഇവിടെയുള്ളത്? അതിനുവേണ്ടി എന്തെങ്കിലും ക്രിയാത്മകമായ ഒരു നിർദ്ദേശം നൽകുവാൻ, അപ്രകാരം ഒരു നടപടിയിലേക്ക് എത്തിക്കുവാൻ പ്രതിപക്ഷത്തിന് ഇവിടെ സാധിക്കുന്നുണ്ടോ? സാധിക്കുന്നില്ല. അതുപോലെ നമുക്കറിയാം, കേരളം കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയൊരു കൊള്ളയായിരുന്നു മുട്ടിൽ മരമുറിക്കൊള്ള. വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് സർക്കാരിൻ്റെ ആശീർവാദത്തോടെ ജില്ലാ കളക്ടർമാരടക്കം, മന്ത്രിമാരടക്കം, നേതാക്കന്മാരടക്കം, പോലീസുകാരടക്കം, റവന്യൂ ഉദ്യോഗസ്ഥരടക്കം ഒരു വമ്പൻ ലോബി നടത്തിയ ഒരു തീവട്ടിക്കൊള്ള. ആയിരക്കണക്കിന് കോടി രൂപ വില വരുന്ന 500-600 വർഷം പഴക്കമുള്ള രാജകീയ വൃക്ഷങ്ങൾ ഇവിടെ നിന്നും മുറിച്ച് രാജ്യം തന്നെ കടത്തിക്കഴിഞ്ഞു. ആ സമാനതകളില്ലാത്ത കൊള്ള നടത്തിയിട്ട് ആ കൊള്ളക്കാരൻ ഇന്ന് ഈ സംസ്ഥാനം ഭരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവിന്റെ ബിനാമിയായി ഇന്നൊരു ചാനൽ നടത്തുകയാണ്. അവനാണ് ഇന്ന് റേറ്റിംഗിൽ ഒന്നാമൻ. ആ കേസ് അട്ടിമറിച്ചു എന്ന് പറഞ്ഞ് ഏതോ ഒരു പത്രം ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കണ്ടു. അത് അട്ടിമറിക്കപ്പെട്ടു എന്ന്. കാരണം ആ തീവട്ടിക്കൊള്ള നടത്തിയ ആ കാട്ടുകള്ളൻ വീരപ്പന്റെ കൂട്ടാളി ഇന്നൊരു ചാനൽ മുതലാളിയാണ്. അവൻ മാനേജിംഗ് എഡിറ്ററാണ്. അവനാണ് ന്യൂസ് പ്രസന്റ് ചെയ്യുന്നത്. കേരളത്തിൽ നടക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ചും തീവട്ടിക്കൊള്ളയെക്കുറിച്ചുമൊക്കെ ആനുകാലികമായി മീറ്റ് ദ എഡിറ്റേഴ്സ് പ്രോഗ്രാമിൽ വന്നു നിന്ന് അനലൈസ് ചെയ്യുന്നത്, അവതരിപ്പിക്കുന്നത് ആ കാട്ടുകള്ളനാണ്. ആ കാട്ടുകള്ളനെതിരെ ആര് നടപടിയെടുക്കും? പി ബെന്നി എന്ന മിടുക്കനായ ഒരു സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസർ ഉള്ളത് കൊണ്ടാണ് ആ മുട്ടിൽ മരമുറി കേസ് ഇത്രയുമെങ്കിലും യാഥാർത്ഥ്യം പുറത്തു വരികയും അത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി മരം കൊള്ളക്കേസിൽ ഒരു DNA ടെസ്റ്റ് പോലും നടത്തി ആ മരത്തിന്റെ കാലപ്പഴക്കം പോലും നിർണ്ണയിക്കുന്ന ശാസ്ത്രീയമായ അത്രയും അന്വേഷണം നടത്തിയ ആ ബെന്നി എന്ന DYSPയെ കൊല്ലാക്കൊലയുമാർ ചെയ്യാൻ നോക്കി. അദ്ദേഹത്തെ താനൂർ ജഫ്രി വധക്കേസിൽ പ്രതിയാക്കാൻ നോക്കി. അദ്ദേഹത്തിനെതിരെ വ്യക്തിഹത്യ നടത്തി അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യുവാൻ നോക്കി. ആര്? ഈ കാട്ടുകള്ളന്മാരുടെ മരമുറി ചാനൽ. ഇതിനെതിരെ പ്രതികരിക്കുവാൻ ഇവിടെ ഒരു പ്രതിപക്ഷമില്ല. ശക്തമായ ഒരു പ്രതിപക്ഷമില്ലാത്തത് കൊണ്ടാണ് ഇത്തരം ആഭാസന്മാർക്കും തീവട്ടിക്കൊള്ളക്കാരന്മാർക്കും വ്യഭിചാരശാല നടത്തുന്നവന്മാർക്ക് പോലും ഇവിടെ മാധ്യമങ്ങൾ പോലും നടത്തുവാനും അവർ ഇവിടെയുള്ള ഭരണകൂടങ്ങളെയും നിയമ സംവിധാനങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് വരുവാനും ഇടയാക്കിയത്. അതിൻ്റെ ഫലം അവർ അനുഭവിച്ചു. ഇവർ പടച്ചുവിട്ട ഒരു വ്യാജ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ പ്രതിപക്ഷം ഇന്ന് ഏറ്റവും വലിയ പ്രതിസന്ധി അനുഭവിക്കുന്നത് എന്നിവർ മറന്നുപോകുന്നു. നമുക്കറിയാം, ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ പറഞ്ഞാലും അവർ അവരുടെ പാർട്ടിയെയും വളർത്തും, പ്രസ്ഥാനത്തെയും വളർത്തും. ഈ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ നോക്കുക. ഇവന്മാരാണ് ആദ്യം ഒരു ചാനൽ ഉണ്ടാക്കിയത്, ജയ്ഹിന്ദ് ചാനൽ. അതുപോലെ തന്നെ ഇവരൊരു പത്രം സ്റ്റാർട്ട് ചെയ്തു, വർത്തമാനം. പല പ്രസ്ഥാനവും ഉണ്ടാക്കി. ഇവന്മാർ, ഈ നേതാക്കന്മാർ, ഈ വളർച്ചയിൽ കുറുകിയ ചില കാട്ടുകള്ളന്മാർ, ഇവന്മാർ ഇതിനെയെല്ലാം വെട്ടി അമുക്കി അവന്മാരുടെ സ്വകാര്യ സ്വത്തുക്കളാക്കി മാറ്റി. ഇന്ന് കോടികളുടെ ബാധ്യതയുള്ള, ശമ്പളം കൊടുക്കുവാൻ പോലും ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തിയുടെ ഫേസ്ബുക്കിന്റെ റീച്ച് പോലും ഇല്ലാത്ത രണ്ട് പ്രസ്ഥാനം ഇവന്മാർക്ക്. ഇവന്മാരുടെ കാര്യങ്ങൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിനോ ഇവരെ സ്വയം പ്രതിരോധിക്കുന്നതിനോ ഇന്നൊരു സംവിധാനമില്ല. കാരണം ഇവന്മാരുടെ പിടിപ്പുകേടുണ്ട്. കാരണം മത്സരിച്ച് കട്ടുതിന്നു. ഇന്ന് ഇവന്മാർക്ക് കൂടെ നിൽക്കുവാനൊരു മാധ്യമമില്ല. അന്നേരം ഇവന്മാരെ
സംസ്ഥാനത്തിന് മാത്രമല്ല ഈ പാർട്ടിക്ക് പോലും ഇതുകൊണ്ട് ഗുണമില്ലാത്ത അവസ്ഥയാണുള്ളത്. അതുപോലെ 20 വർഷത്തോളം ഒരു അമ്മയുടെ കണ്ണുനീർ, തൻ്റെ മകനെ ഉരുട്ടിക്കൊന്ന ഉദയകുമാർ ഉരുട്ടിക്കൊലക്കേസ് നമ്മൾ കണ്ടു. CBI ആ കേസ് അട്ടിമറിച്ചു. അതിന് കുറ്റക്കാരായ ആ ഉദയകുമാർ എന്ന ചെറുപ്പക്കാരനെ ഉരുട്ടിക്കൊല ചെയ്ത് അവന്റെ തുടയിലെ ഞരമ്പുകൾ പൊട്ടി രക്തം വാർന്ന് ദാരുണമായി മരിച്ച ആ കേസിൽ ഒരു അമ്മയുടെ പ്രതീക്ഷയായ ഒരു ചെറുപ്പക്കാരനെ ഉരുട്ടിക്കൊന്ന കേസിൽ 20-22 വർഷത്തോളം ഒരമ്മ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്ന് നീതി ലഭിക്കും എന്ന് ഓർത്ത് ഇവിടുത്തെ ഒരു സുപ്രീം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയായ CBIയെ ആ കേസ് ഏൽപ്പിക്കുകയും അവരോടൊടുവിൽ ആ കേസ് അട്ടിമറിച്ച് ആ പ്രതികൾ രക്ഷപ്പെടുന്ന അവസ്ഥയുണ്ടായി. ഇവിടെയുള്ള ഒരൊറ്റ പ്രതിപക്ഷ നേതാക്കന്മാർ പോലും അതിനെതിരെ ശബ്ദിക്കുകയോ ഇപ്രകാരം ഒരു വിഷയമുണ്ടായി എന്ന് പോലും ഇവർ ഭാവിക്കുകയോ ചെയ്തു ഇല്ല. കാരണം അവർ തിരക്കിലാണ്. അവർക്ക് പലരുടെയും അണ്ണാക്കിൽ കേക്ക് വെച്ചു കൊടുക്കണം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രക്തം അവർക്ക് വേണം. രാഹുൽ ഏതൊക്കെ പെണ്ണിനെയാണ് പിടിച്ചത് എന്നവർക്കറിയണം. ഇത്രയും ഞാൻ ഇന്ന് പത്രങ്ങളിൽ വന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ മാത്രമാണ്. ഇതുപോലെ ദിവസങ്ങളോളം മാസങ്ങളോളം ഇരുന്നാലും ചർച്ച ചെയ്താലും പരാമർശിച്ചാലും തീരാത്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ കേരളത്തിൽ ഉണ്ട്. ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇതൊന്നും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല, അഡ്രസ് ചെയ്യപ്പെടുന്നില്ല. ഇവയെല്ലാം ഇത്രയും ഗുരുതരമായ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം സമർത്ഥമായി ഇത്തരം നാറിയ ഒരു വിഷയത്തിൽ ഏതെങ്കിലും ഒരു അഭിസാരിക ഇറങ്ങി അവൾ തുണിയില്ലാതെ വന്നു നിന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സകല മാധ്യമങ്ങളുടെയും ശ്രദ്ധ അവിടേക്ക് പോകുന്നു. അവളുടെ ആ അളിഞ്ഞ പ്രസ്താവനയായിരിക്കും പിന്നെ അടുപ്പുകൂട്ടി ചർച്ചക്കാരുടെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ. അവർ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഞങ്ങളും ഈ വിഷയത്തിലേക്ക് ഡ്രാഗ് ചെയ്യപ്പെട്ടു. ഞങ്ങൾ ഇന്നും കഴിഞ്ഞ 5 ദിവസങ്ങളായി മിഷൻ 60 എന്ന ഒരു മിഷനുമായി ഞങ്ങൾ പ്രധാനമായും ഈ ഒരു വിഷയത്തിൽ ഫോക്കസ് ചെയ്ത് ഞങ്ങൾ സംസാരിക്കുവാൻ കാരണം ഇവർ ഈ വിഷയം കേരളത്തിലുള്ള പൊതുസമൂഹത്തിന്റെ പൊതുജനങ്ങളുടെ ശ്രദ്ധ മാറ്റുവാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു വിഷയമാണ് എന്നത് യാഥാർത്ഥ്യമാണ്, പരമാർത്ഥമാണ്. പക്ഷേ ഇതിലൂടെ ഒരു ചെറുപ്പക്കാരന്റെ നാടിന്റെ നാളെയുടെ വാഗ്ദാനമാകേണ്ടുന്ന ഒരു ചെറുപ്പക്കാരനെ വളഞ്ഞിട്ട്, ഞാൻ ആദ്യമേ പറഞ്ഞു ഇദ്ദേഹത്തെ ഞങ്ങൾ കണ്ടിട്ടില്ല, അറിയില്ല, ഇതുവരെ ഫോൺ പോലും വിളിച്ചിട്ടില്ല. ഇദ്ദേഹത്തിന്റെ പത്തനംതിട്ട സ്വദേശിയാണെന്ന് മാത്രം അറിയാം. എങ്കിലും ആ കാണാത്ത, കേൾക്കാത്ത, കണ്ടിട്ടില്ലാത്ത ആ ചെറുപ്പക്കാരന് വേണ്ടി ഞങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ഞങ്ങൾ ശബ്ദിക്കുവാൻ ഈ വൈകിയ വേളയിലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുവെങ്കിലും ഈ പ്രതിപക്ഷത്തിന്റെ കഴിവുകേടുകളെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞു വന്ന് ഈ ഒരു സിംഗിൾ പോയിന്റിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിലേക്ക് ഞങ്ങൾ എത്തിക്കുവാൻ കാരണം ഇത്രയും വലിയ നിരവധി സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന ഇഷ്യൂ ഉണ്ടായിട്ടും ഇതൊന്നും കാണാതെ കേൾക്കാതെ ഇത്തരം സില്ലിയായിട്ടുള്ള വിഷയങ്ങളിലേക്ക് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന, സ്വന്തം പാർട്ടിയുടെ സ്വന്തം കൂടെ നിൽക്കുന്നവന്റെ മുന്നണി പോരാളിയായിട്ട് ഓടേണ്ട ആ പടനായകന്റെ മുട്ട് തന്നെ അടിച്ചൊടിക്കുന്ന ഈ നാണം കെട്ടവന്മാരുടെ പൊള്ളത്തരം ജനങ്ങൾ കാണണം. ഇവർക്ക് എന്ത് ആത്മാർത്ഥതയാണുള്ളത്? ഇവർക്ക് ഇവരുടെ പ്രസ്ഥാനത്തോട് ആത്മാർത്ഥതയില്ല, ഇവർക്ക് സ്വയമായിട്ട് ആത്മാർത്ഥതയില്ല, ഈ രാജ്യത്തോട് ആത്മാർത്ഥതയില്ല, കൂടെ നിൽക്കുന്ന അണികളോട് ആത്മാർത്ഥതയില്ല. ഇത്രയും ആത്മാർത്ഥതയില്ലാത്ത ഒരു പ്രസ്ഥാനം, ഒരു കൂട്ടം സ്വാർത്ഥന്മാരായ സ്വന്തം കസേര മാത്രം നോക്കുന്ന ഇത്തരമൊരു ആത്മാർത്ഥതയില്ലാത്ത ആളുകളെ നമുക്ക് എങ്ങനെ നാളത്തെ നമ്മളുടെ ഭരണാധികാരികളാക്കി തിരഞ്ഞെടുക്കാൻ പറ്റും? ഇത് ചില ചോദ്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലിടുന്നത്. കാരണം ഇവരാരും, ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ വി ഡി സതീശനോടോ രമേശ് ചെന്നിത്തലയോടോ കെ.സി. വേണുഗോപാലിനോടോ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിനോടോ ഒരിക്കലും നമുക്ക് വെറുപ്പില്ല. ഇത് വലിയ മഹത്തായ പാരമ്പര്യമുള്ള ഒരു വലിയ ജനതയുടെ പ്രതീക്ഷയായ ഒരു പ്രസ്ഥാനമാണ്. കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞ 10 കൊല്ലം പിണറായിയുടെ ദുർഭരണത്തിൽ മനം മടുത്ത് ദിവസമെണ്ണി കഴിയുന്ന സാധാരണ ജനങ്ങളുടെ പ്രതീക്ഷയായിരുന്നു ഈ പ്രസ്ഥാനം. അപ്രകാരമുള്ളൊരു പ്രസ്ഥാനം ഈ അവസാന നിമിഷം ഇവന്മാർ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ പോലും ഇവിടുത്തെ ജനങ്ങൾ ഇവന്മാരുടെ മിടുക്കുകൊണ്ടല്ല, മടുത്ത ജീവനം തന്നെ മടുത്ത ആ ജനങ്ങൾ ഈ ഭരണം ഇവന്മാരുടെ കയ്യിൽ വെച്ച് കൊടുത്തേനെ. ആ സാഹചര്യത്തിൽ ഇതുവരെ
ഈ കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം ഇതുപോലൊരു അനുകൂലമായ ഒരു അവസ്ഥ, ഇത്രയും കടുത്ത ആന്റി ഇൻക്യുംബൻസി ഫാക്ടർ ഉള്ള ഒരവസ്ഥ ഈ കേരളത്തിൽ ഇതിനു മുമ്പുണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുക. ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്രകാരമുള്ള ഒരു വലിയ സാഹചര്യത്തിൽ, ഒരു സാധ്യതകളുടെ ഒരു വലിയ തിരമാലകൾ ഉയരുന്ന ഈ അവസരത്തിൽ അതിനെ എൻക്യാഷ് ചെയ്യാൻ വയ്യാതെ ആലുങ്ക കെടുത്തപ്പോൾ കാക്കയുടെ വായിൽ പൊണ്ണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മാരെത്തിച്ചില്ലേ? ഈ ചർച്ചയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇനിയും മാറാൻ സമയമുണ്ട്. നിങ്ങൾ തൊഴുത്തിൽ കുത്താതെ ആ മിടുക്കനായ ചെറുപ്പക്കാരനെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇപ്പോൾ ഈ ഒരൊറ്റ പോരിലാണ് ഞങ്ങൾ ഊന്നുന്നത്. ആയിരക്കണക്കിന് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ആ യുവാവിന്റെ, ആ അമ്മയുടെ കണ്ണീര് വീണാൽ, ഇവർക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്ന ലക്ഷക്കണക്കിന് അമ്മമാരുടെ ആ ഹൃദയവിചാരം ഞാൻ അറിയുന്നത് കൊണ്ട്, കാരണം ഏതാനും ദിവസങ്ങളായി ഞാൻ രാവും പകലുമില്ലാതെ ഈ അമ്മമാരുമായി സംസാരിക്കുന്ന വ്യക്തി എന്ന നിലയ്ക്ക് അവരുടെ ആ കണ്ണീരിന്റെ, അവരുടെ ആ ഉള്ളിൽ നിന്നുള്ള ആ കരച്ചിലിന്റെ ഹീറ്റ് എനിക്ക് കിട്ടുന്നു. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമുക്ക് 1000 പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് അഡ്രസ്സ് ചെയ്യേണ്ടുന്ന, സോർട്ട് ഔട്ട് ചെയ്യേണ്ടുന്ന, പ്രയോറിറ്റി നമ്പർ 1 ആയിട്ട് സോർട്ട് ഔട്ട് ചെയ്യേണ്ടുന്ന ഇഷ്യൂ എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ വിഷയമാണ്. ആ ചെറുപ്പക്കാരനെ നിങ്ങൾ ക്രൂശിക്കരുത്. നിങ്ങൾ കണ്ടില്ല എന്ന് നടിക്കരുത്. നിങ്ങളിതിനെ കണ്ടില്ല എന്ന് നടിച്ചാൽ ഇതെല്ലാം കാണുന്ന ഒരു വലിയ ഒരു ജനസമൂഹം ഇവിടെയുണ്ട്. നിങ്ങൾക്ക് ഈ റിയാലിറ്റിയിൽ നിന്നും ഓടി രക്ഷപ്പെടുവാൻ സാധിക്കത്തില്ല. നിങ്ങളുടെ ഏത് വലിയ PR ഏജൻസികളെ നടത്തിയാലും, നിങ്ങൾ ഏതൊക്കെ സിൻഡിക്കേറ്റ് മാധ്യമങ്ങളുമായി കൂട്ടിച്ചേർന്നാലും, നിങ്ങൾ എത്ര കോടി രൂപ PR ചെയ്താലും, PR കൺസൾട്ടന്റിന് കൊടുത്താലും, കനകലൂരിനെ കൊണ്ടിറക്കിയാലും, അതുകൊണ്ടൊന്നും ഈ യാഥാർത്ഥ്യം നിങ്ങൾക്ക് മൂടിവെക്കാൻ പറ്റില്ല. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തി, അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ പരാതിയുള്ളവർ അടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകട്ടെ. ഇവിടെ ഒരു പോലീസ് സംവിധാനമുണ്ട്. ആ പോലീസ് സംവിധാനം അതിനെക്കുറിച്ച് നീതിയുക്തമായി അന്വേഷിക്കട്ടെ. അവരുടെ ആ അന്വേഷണ റിപ്പോർട്ട് അവർ കോടതിയിൽ സമർപ്പിക്കട്ടെ. കോടതി അദ്ദേഹം കുറ്റക്കാരനാണോ അല്ലയോ എന്ന് തീരുമാനിക്കട്ടെ. അതുവരെ ആ ചെറുപ്പക്കാരനെ, ഇവിടെ മറ്റുള്ള കാട്ടുകള്ളന്മാർ, തീവട്ടിക്കൊള്ള നടത്തിയവന്മാർ, കൊലപാതകം നടത്തിയവന്മാർ എല്ലാം ഇവിടെ രാജകീയമായി വാഴുമ്പോൾ ഇദ്ദേഹത്തെ മാത്രം ഒറ്റതിരിഞ്ഞ് ആക്രമിച്ച് ഇല്ലാതാക്കരുത്. അത് അദ്ദേഹത്തെ ഈ സംസ്ഥാനത്തിന് ആവശ്യമാണ്. കാരണം ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഇതുപോലുള്ള നേതാക്കന്മാർ എന്ന് പറഞ്ഞാൽ അത് എമേർജ് ചെയ്ത് വരുന്നവരാണ്. ആരെങ്കിലും കസേരയിൽ കൊണ്ട് ഇറക്കിയവരല്ല. ഇത്തരം എമേർജ് ചെയ്ത ആ ലീഡർഷിപ്പ് സ്കില്ല് കൊണ്ട്, അവരുടെ പ്രവൃത്തി കൊണ്ട്, നമുക്കറിയാം ഇന്ന് നാം കാണുന്ന ഓരോ കടൽക്കിഴവന്മാരും പതിറ്റാണ്ടുകൾ കൊണ്ട് എന്തൊക്കെ തരിടകളും അഭ്യാസങ്ങളും കുതികാലുവെട്ടും നടത്തിയാണ് അവർ ആ പദവിയിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്നത്. എന്നാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ആ ചെറുപ്പക്കാരൻ ആരുടെയും നോമിനിയല്ല. ഏതെങ്കിലും ഒരു അരമനയിലെ ബിഷപ്പിന്റെയോ, പെരുന്നയിലെ പോപ്പിന്റെയോ, കണിച്ചുകുളങ്ങരയിലെ കുരുവിന്റെയോ ആരുടെയും നോമിനി ആയിരുന്നില്ല അദ്ദേഹം. സ്വന്തം കഴിവ് കൊണ്ട്, സ്വന്തം എഫേർട്ട് കൊണ്ട് അദ്ദേഹത്തെ ജനങ്ങൾ ലീഡറായി തിരഞ്ഞെടുത്ത വ്യക്തിയാണ്. അദ്ദേഹത്തെ ഇതേപോലെ ഒരൊറ്റ സുപ്രഭാതത്തിൽ ഇതുപോലുള്ള നാറ്റക്കേസിന്റെ പേരിൽ, നാറിയ കേസിന്റെ പേരിൽ അദ്ദേഹത്തെ നശിപ്പിച്ച് കളയരുത്. ആ നശിപ്പിച്ച് കളയുവാൻ ശ്രമിച്ചാൽ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഈ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിനായിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ വാശിയും വൈരാഗ്യവും എല്ലാം വെടിഞ്ഞ് എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കുക. ആ ചെറുപ്പക്കാരനെ ചേർത്ത് നിർത്തുക. നിങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ അത് ഒരു വലിയ സന്ദേശമാണ് ജനങ്ങൾക്ക് നൽകുന്നത്. തെറ്റാർക്കും പറ്റാം, നിങ്ങൾക്കും പറ്റാം, ആർക്കും പറ്റാം. അത് ജനങ്ങൾ ക്ഷമിക്കും. ആ പറ്റിയ തെറ്റ് തിരുത്തിയാൽ ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഇനി നമുക്ക് ഈ രാഹുൽ മാങ്കൂട്ടം എന്ന ചെറുപ്പക്കാരൻ ഇല്ലാത്ത ഒരവസ്ഥയും കൂടി കണ്ടിട്ട് നമുക്ക് തിരികെ വരാം. കാരണം യൂത്ത് കോൺഗ്രസ് ഇന്നൊരു പ്രതിഷേധം തലസ്ഥാന നഗരിയിൽ നടത്തുകയുണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ആ നേതൃത്വം മുന്നിൽ നിൽക്കുമ്പോൾ എന്തുമാത്രം യുവജനങ്ങൾ ആവേശപൂർവ്വം മരിക്കുവാൻ തയ്യാറായി. പോലീസിന്റെ ലാത്തി കൈകാലുകളോടിയപ്പെടാം, ഷെല്ലിങ്ങിൽ കണ്ണുകൾ വരെ പോകാം, ആ സങ്കടത്തിനിടയിൽ ജീവൻ വരെ പോകാം. സ്വന്തം ജീവനെ പോലും പോകുമെന്നുറപ്പായി ആ യുവജനങ്ങളെ ആ മരണത്തിന്റെ മുന്നിലേക്ക് അലറി വിളിച്ചുകൊണ്ട് നയിക്കുവാൻ പ്രാപ്തിയുള്ള ആ ഒരു ചെറുപ്പക്കാരൻ ഇന്ന് വീട്ടിൽ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഇവരുടെ യുവത്വം നഷ്ടപ്പെട്ട ഈ യൂത്ത് കോൺഗ്രസ് ഇന്ന് നടത്തിയ ആ പ്രതിഷേധം കാണുക.
ആ രാഹുൽ മാങ്കുട്ടത്തിൽ ഉണ്ടായിരുന്ന ആ വൈബാണോ ഇന്ന് ഇവർക്കുള്ളത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനിയും കാണാൻ പോകുന്നത് തലസ്ഥാന നഗരിയിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ന് നടത്തിയ ആ സമരം ഒന്ന് കണ്ട ശേഷം നമുക്ക് തിരികെ വരാം. ഇത് കാണുന്ന ഓരോ വ്യക്തിയും കരുതും രാഹുൽ മാങ്കുട്ടത്തിൽ ഇതിന്റെ മുന്നിൽ ഉണ്ടായിരുന്നു എങ്കിൽ. കള്ളച്ചാനലിൽ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന 2-3 വനിതകൾ ആ ചാനലിൽ സ്വന്തം തൊഴിലിടത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവർക്ക് നേരിടേണ്ടി വന്ന മാനസികവും ശാരീരികവുമായ പീഡനങ്ങളെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ തുറന്നെഴുതിക്കൊണ്ട് വെളിപ്പെടുത്തലുകൾ നടത്തുകയുണ്ടായി. എന്നാൽ തന്റെ സ്ഥാപനത്തിൽ അവിടുത്തെ സ്ത്രീ തൊഴിലാളികൾ നേരിട്ട ഈ കൊടിയ മാനസികവും ശാരീരികവുമായ പീഡനങ്ങളെക്കുറിച്ച് പൊതുസമൂഹത്തിൽ നിന്നും മറച്ചുവെക്കുകയും അതിനുവേണ്ട എല്ലാവിധ ഒത്താശയും ചെയ്യുന്ന ഒരു പണിയാണ് ഈ റിപ്പോർട്ടറിന്റെ ഉടമസ്ഥരായ ആൻഡോ ബ്രദേഴ്സ് ഉൾപ്പെടെയുള്ള മാനേജ്മെന്റ് സ്വീകരിച്ചത്. നമുക്കറിയാം, കേരള രാഷ്ട്രീയത്തിൽ കൈരളി പോലും സ്വീകരിക്കാത്ത പ്രതിപക്ഷ വിരോധവുമായാണ് റിപ്പോർട്ടർ ചാനൽ ഏതാനും ദിവസങ്ങളായി നമ്മുടെ സമൂഹത്തിൽ അവരുടെ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത്. യൂത്ത് കോൺഗ്രസിനോ അതിനൊന്നും യാതൊരുവിധ പരിഭവമോ മറ്റോ ഇല്ല. മറിച്ച് തങ്ങൾ നടത്തിയ കോടികളുടെ വനം കൊള്ളയെ അഡ്ജസ്റ്റ്മെന്റ് പത്രപ്രവർത്തനത്തിലൂടെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് സർക്കാരിനു വേണ്ടി വിടുപണി ചെയ്യുന്ന ഈ റിപ്പോർട്ടർ ചാനലിന്റെ മേധാവികൾക്കെതിരെ ശക്തമായ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ നമുക്ക് നടത്തേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം നാം കണ്ടതാണ്, റിപ്പോർട്ടർ ചാനലിലെ അവരുടെ തൃശൂർ ബ്യൂറോയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ 4-5 സഹപ്രവർത്തകർ പ്രതിഷേധവുമായി ചെന്നു. എന്നാൽ എത്രത്തോളം കൊടും ഭീകരവാദികളായാണ് ആ സഹപ്രവർത്തകരെ റിപ്പോർട്ടർ ചാനലിൽ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് എന്ന് നാം എല്ലാവരും കണ്ടതാണ്. സ്വന്തം സ്ഥാപനത്തിൽ നടക്കുന്ന പീഡനങ്ങൾ മറച്ചുവെച്ചുകൊണ്ട് അവരെ, ഈ പീഡകരെ സംരക്ഷിക്കുന്ന റിപ്പോർട്ടറിന്റെ നിലപാടുകൾക്കെതിരെ സമരം ചെയ്യുന്ന സഹപ്രവർത്തകരെ തല്ലിച്ചതയ്ക്കാനോ അറസ്റ്റ് കൊണ്ട് അവരുടെ ശബ്ദമില്ലായ്മ ചെയ്യുവാനോ ഈ റിപ്പോർട്ടറിന്റെ മാനേജ്മെന്റും മൊട്ടയെന്നറിയപ്പെടുന്ന അരുൺകുമാറും കരുതുന്നുണ്ടെങ്കിൽ അതിന് യാതൊരുവിധ പിന്നോട്ടു പോക്കും യൂത്ത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനം നടത്തുകയില്ല എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി DCCയുടെ എക്സിക്യൂട്ടീവ് മെമ്പർ സർട്ടിഫിക്കേഷൻ മറയ്ക്കാൻ വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി വിധിപണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആനന്ദപുരം അരുൺകുമാറുമെന്ന് കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഞങ്ങൾക്കറിയാം നിങ്ങളോടൊപ്പം ആരൊക്കെ ഉണ്ട്, റിപ്പോർട്ടർ ചാനലിനോടൊപ്പം ആരൊക്കെ ഉണ്ട് എന്നതിനെ സംബന്ധിച്ച് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന് വളരെ വ്യക്തമായി അറിയാം. അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല എന്ന് നിങ്ങൾ ധരിക്കരുത്. നിങ്ങൾ അവർക്ക് വേണ്ടി വിടുപണി ചെയ്യുകയാണ് എന്ന് ഞങ്ങൾക്കറിയാം. ഇവിടെ ഞങ്ങളുടെ ആവശ്യം, നിങ്ങൾ മറച്ചുവെച്ചിരിക്കുന്ന, നിങ്ങൾ ചാനലിൽ റിപ്പോർട്ട് ചെയ്യാൻ മടിച്ചു നിൽക്കുന്ന നിങ്ങളുടെ കപട സദാചാര ബോധം, നിങ്ങളുടെ കപട ധാർമ്മികത അത് വെളിച്ചത്ത് കൊണ്ടുവരിക എന്നത് മാത്രമാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഇവിടെ നിങ്ങൾക്ക് പറ്റാത്ത ചില ആളുകളെ ഒരു ചാനലിന്റെ പേരിൽ വ്യാപകമായി ആക്ഷേപിക്കുക, അവർക്കെതിരെ ഇല്ലാത്ത കഥകൾ മെനഞ്ഞുണ്ടാക്കുക. കണ്ടല്ലോ, ഈ പ്രതിഷേധം കാണുന്ന ആരും ആഗ്രഹിച്ചു പോകും രാഹുൽ ഈ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ. നമുക്ക് ഏവർക്കും അറിയാം, ജനങ്ങൾ ഇത്രയും വൃത്തികെട്ട ഒരു ആരോപണം
രാഹുലിനെതിരെ ഉയർന്നിട്ടും അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരൊറ്റയാൾ പ്രതിപക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്. ശരിക്കും പ്രതിപക്ഷത്തിൻ്റെ റോള് വഹിച്ചിരുന്നത് രാഹുൽ മാങ്കൂട്ടമായിരുന്നു. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേറെ ആരെയും അറിയില്ല, വേറെ ആരെക്കുറിച്ചും അവർ കൺസേണുമല്ല. പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ വളരെ കാര്യപ്രസക്തമായി, കൃത്യമായി, ശക്തമായി നിയമസഭയിൽ അവതരിപ്പിക്കുകയും അതുപോലെ തന്നെ മാധ്യമങ്ങളിൽ ചർച്ചകളിൽ വന്ന് സാധാരണക്കാരന് പോലും ഗ്രഹിക്കത്തക്ക വിധം വളരെ കാര്യപ്രസക്തമായി സംസാരിക്കുന്ന, ശരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ അസൂയമൂത്ത കൂടെയുള്ളവർ തന്നെയാണ് അദ്ദേഹത്തിന് കെണിവെച്ചത്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾക്ക് ഭരണത്തിലേക്ക് തിരികെ വരണമെന്നുണ്ടെങ്കിൽ മീഡിയോക്കേഴ്സായിട്ടുള്ള കഴിവില്ലാത്ത ആളുകളെ വെച്ച് നിങ്ങളൊരു ടീം ബിൽഡ് ചെയ്യാൻ നോക്കിയാൽ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തത്തില്ല. ഇതുപോലെ മിടുമിടുക്കന്മാരായ യുവാക്കളെ, കഴിവുള്ളവരെ മുന്നിൽ നിർത്തി നിങ്ങൾ അപ്രകാരമുള്ള ഒരു യുവാക്കളുടെ ഒരു നേതൃത്വ നിരയുണ്ടാക്കി അവരെ മുന്നിൽ നിർത്തിയാൽ നിങ്ങൾ പിന്നിൽ നിന്നാൽ നിങ്ങൾ പിന്നിൽ നിൽക്കുക, യുവാക്കൾ കുതിക്കട്ടെ. അപ്രകാരം യുവാക്കളെ മുന്നിൽ നിർത്തി, കഴിവുള്ള യുവാക്കളെ മുന്നിൽ നിർത്തി നിങ്ങൾ പ്രതിജ്ഞിച്ചാൽ കേരളത്തിലെ ജനങ്ങൾ നിങ്ങളോടൊപ്പം നിൽക്കും എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. അതിന് സമയം അതിക്രമിച്ചിട്ടില്ല. പറ്റിയ തെറ്റിത്തിരുത്തി എത്രയും വേഗം. നിങ്ങൾക്കറിയാം, i2v ന്യൂസ് കഴിഞ്ഞ 5 ദിവസമായി മിഷൻ 60 എന്നൊരു ക്യാമ്പയിൻ ഞങ്ങൾ ആരംഭിച്ചു. ഈ 60 ദിവസത്തിനുള്ളിൽ ഇദ്ദേഹത്തെ തിരികെ എടുത്തില്ലെങ്കിൽ കോൺഗ്രസിന്റെ സർവനാശമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു ക്യാമ്പയിൻ ആയിരുന്നു. 5 ദിവസം പിന്നിട്ടു. ഈ 5 ദിവസം പിന്നിടുമ്പോൾ നമുക്കറിയാം, നിയമപരമായി നിലനിൽക്കുന്ന ഒരു കേസുകളും വന്നില്ല. ഈ വ്യാജ വാർത്ത പടച്ചുവിട്ട എല്ലാ മാധ്യമങ്ങളുടെയും ആരോപണം മുന്നേ ഒടിഞ്ഞു. ഇപ്രകാരം ആരോപണങ്ങൾ ഉയർത്തിയ എല്ലാ പാർട്ടികളിലും അവരുടെ യുവ നേതാക്കന്മാർ വളരെ ഗുരുതരമായ ലൈംഗിക ആരോപണങ്ങൾ നേരിടേണ്ടി വന്നു. ഈ ആരോപണങ്ങളുമായി വന്നവർ തന്നെ അത് ഡൈല്യൂട്ട് ചെയ്തു. ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വന്നതിൻ്റെ ഉറവിടമോ ഉടമയെയോ തിരിച്ചറിയുവാൻ സാധിച്ചില്ല. എന്നിട്ടും അബദ്ധം പറ്റിയെന്ന് മനസ്സിലായിട്ടും കോൺഗ്രസ് നേതൃത്വം മാത്രം അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഇവർ ഇന്ന് അവർ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളുടെയും കാരണം കൂടെയുള്ളവനെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ കേട്ട ഉടൻ തന്നെ കാളപറ്റപ്പോൾ കയറെടുത്തതുപോലെ കൂടെയുള്ളവനെ തള്ളിക്കളയുകയും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ മാറ്റിക്കളയുകയും ചെയ്തപ്പോൾ മറ്റുള്ളവർ നിങ്ങളോട് ചോദിക്കുന്നു, അവൻ കുറ്റക്കാരനായിട്ടല്ലേ നിങ്ങൾ ഇപ്രകാരം ഒരു നടപടിയെടുത്തത്? അയാൾ തെറ്റുകാരൻ അല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഇപ്രകാരം ഒരു നടപടിയെടുക്കുമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ അവന്റെ മുണ്ടയിൽ ചാപ്പ കുത്തുവായിരുന്നില്ലേ ഒരു കുറ്റവാളി എന്ന്. യാതൊരു ആലോചനകൾ നടത്താതെ, അന്വേഷണങ്ങൾ നടത്താതെ, പരാതിക്കാരൊന്നും ഇല്ലെന്നിരിക്കെ. അതുകൊണ്ട് അധികം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കോൺഗ്രസ് നേതൃത്വം തെറ്റിദ്ധരുത്തണം. രാഹുൽ മാങ്കൂട്ടം എന്ന ആ ചെറുപ്പക്കാരനെ എത്രയും വേഗം നിങ്ങൾ തിരികെ എടുക്കണം. പാലക്കാട്ടെ ജനങ്ങൾക്ക് ഓണക്കാലമാണ്. അവർക്ക് നൽകാൻ സാധിക്കുന്ന ഏറ്റവും നല്ല ഒരു ഓണസമ്മാനമായിരിക്കണം ഇദ്ദേഹത്തെ തിരികെ എടുക്കുക എന്നുള്ളത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.